അതിൽ സംഭവിച്ച ഏറ്റവും വലിയ അനുഗ്രഹീതമായ കാര്യമാണ് ദൈവിക തെരഞ്ഞെടുപ്പ്, ഡിവൈൻ എലക്ഷൻ. ആ ഡിവൈൻ എലക്ഷൻ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ആ ഡിവൈൻ എലക്ഷനെ മനസ്സിലാക്കിയ അനേകരും അത് ഒരു ലെറ്റാർജി സ്റ്റേജിലോട്ട് കൊണ്ടുവന്നത് കാണുന്നുണ്ട്. അതായത് ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കാത്തവര് അതിനെ മറ്റൊരു രീതിയിൽ സുവിശേഷീകരണം ചെയ്യുമ്പോൾ തന്നെ ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ടാണ് ഇതിനെ രക്ഷിക്കപ്പെട്ടത്, ഞാൻ അതിനെ അനേക വർഷങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, അതുകൊണ്ടാണ് ഇതിനെ രക്ഷിക്കപ്പെട്ടത്. അപ്പം ഡിവൈൻ എലക്ഷനെ മറക്കുന്നവര് എന്ത് ചെയ്യുന്നു? മനുഷ്യന്റെ മഹത്വത്തിലേക്ക്, സുവിശേഷീകരണത്തിൽ ആൾക്കാർ രക്ഷിക്കപ്പെടുമ്പോഴത്തെ മനുഷ്യന്റെ മഹത്വത്തിൽ കൊണ്ടുപോകുമ്പോൾ മറ്റു സൈഡില് ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കണം, എന്തുകൊണ്ട് മിഷനിൽ പാർട്ടേക്ക് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന പല എക്സ്ട്രീമുകളിലോട്ട് ഇതിനെ കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെയും രാവിലെ നമ്മൾ കേട്ടത് ഇതിന്റെ അകത്ത് ബാലൻസിങ്, റിഫോംഡ് ഡോക്ടർ എന്ന് പറയുന്നത് ദൈവിക എലക്ഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ദൈവമാണ് എലക്ഷൻ തന്റെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് മനുഷ്യന് കൊടുത്തിരിക്കുന്ന ആ നിയോഗം വഴിയാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട് അല്ലെ, നിങ്ങൾ ഭൂമിയിലൊക്കെ പോയി സകല ജാതികളോടും എന്താ പറയാ ശിഷ്യ അറിയിക്കാൻ പറയുന്നതാണ്, സകല ജാതികളെ ശിഷ്യരാക്കുകയും, അതൊരു കമാൻഡ്മെന്റ് ആണ്. ഇറ്റ്സ് നോട്ട് ആൻ ഓപ്ഷൻ ടു സെലക്ട്. അതൊരു നമുക്ക് വേണോ വേണ്ടോ എന്നുള്ള ഓപ്ഷൻ അല്ല, അത് സാക്ഷാൽ ദൈവപുത്രന്റെ കമാൻഡാണ്, ഒരു കൽപ്പനയാണ്. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനയെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനോട് ദൈവം ബന്ധപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ആദ്യത്തെ ഹാഫ് ആൻ അവർ ദൈവിക തെരഞ്ഞെടുപ്പ് എങ്ങനെ വർക്കാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അതിനുശേഷം ആ ദൈവിക തെരഞ്ഞെടുപ്പ് എങ്ങനെ സുവിശേഷീകരണത്തോട് ഗ്രിപ്റ്റ് ആയിരിക്കുന്നു, നമ്മളെ ദൈവിക തെരഞ്ഞെടുപ്പിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. നമ്മൾ രാവിലെ കേട്ട പോലെ ഞാൻ ഈ ബോർഡ് കുറച്ച് നേരത്തെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കുറച്ചുകൂടെ ലൈവായിട്ട് നിൽക്കുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്തോത്രം. കർത്താവിൽ ആശ്രയിക്കുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് സംശയങ്ങൾ ഉണ്ടാകാം. ഇതിന്റെ അകത്ത് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു സറണ്ടറിങ് മൈൻഡാണ് നമുക്ക് ഉള്ളതെങ്കിൽ, ഒരു വീണ്ടും ജനിച്ച ഒരു സറണ്ടറിങ് മൈൻഡാണ് ഉള്ളതെങ്കിൽ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ റിബല്യ മൈൻഡ് ആണെങ്കിൽ പലപ്പോഴും ബുദ്ധിപരമായ ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. പക്ഷെ ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ബൈബിളിനോടോ ദൈവത്തോടോ ചോദിക്കാൻ പറ്റും. ലോജിക്കൽ ആൻസർ കിട്ടുമായിരിക്കും, പക്ഷെ പലപ്പോഴും ഇന്റലക്ച്വൽ ആൻസർ നമുക്ക് കിട്ടത്തില്ല. അവിടെ നിന്നാണ് ദൈവം നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നത്. ഒരു മാംസമായിട്ട് ഹൃദയമാക്കി ദൈവം മാറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇത് റിവലേഷൻ ആയിട്ട്, വെളിപ്പാടായിട്ട് ഇത് ലഭിക്കേണ്ടതിന് വേണ്ടിയാണ്. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലെ ആദ്യ സൃഷ്ടി മുതൽ നമ്മൾ നോക്കുമ്പോൾ, ആദാം മുതൽ മനുഷ്യന്റെ അവസാന സൃഷ്ടി വരെ ദൈവത്തിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം നോക്കുമ്പോൾ നമ്മൾ രാവിലെ കേട്ടതുപോലെ എല്ലാവരും എന്താണ്? എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. അതാണ് റോമാലേഖനം പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ദൈവത്തിന്റെ ഇലക്ഷനിൽ സംഭവിക്കുന്നത് നമ്മൾ ഡിസേർവ് ചെയ്തതാണോ ഇലക്ഷൻ, അതോ ദൈവം നമുക്ക് ദാനമായി തന്നതാണോ എന്നാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം സാം ആദ്യം എടുത്തുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്ത് വിടുക. എന്താണ്? എല്ലാവരും എന്ത് ചെയ്യുന്നു? ഫോളൻ നേച്ചറിലാണ്, പാപ അവസ്ഥയിലാണ്. എല്ലാവരും ഡിസേർവ് ചെയ്യുന്ന കഴിയുന്നത് ദൈവത്തിന്റെ കോപമാണ്. എല്ലാവരും ആദ്യകാലം മുതൽ അവസാന കാലം വരെ ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലാണ് എല്ലാവരും അല്ലെ. എന്റെ നല്ല ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലാണ് എല്ലാവരും. അപ്പൊ എല്ലാവരും ഡിസേർവ് ചെയ്യുന്ന എന്താണ്? ദ റാത്ത് ഓഫ് ഗോഡ്. ഇതിന്റെ അകത്ത് 2 ക്വസ്റ്റ്യൻസ് വരുന്നത്, എന്ത് ഡിസേർവ് ചെയ്യുന്നു, എന്ത് റിസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഈ 2 വാക്കുകളിലൂടെയാണ് നമ്മൾ ഇലക്ഷനെ മനസ്സിലാക്കുന്നത്. അപ്പൊ എല്ലാവരും ഡിസേർവ് ചെയ്യുന്ന എന്താണ്? മനുഷ്യന്റെ ഫോളൻ നേച്ചറിൽ ദൈവത്തിന്റെ കോപമാണ് അല്ലെ. കാരണം മനുഷ്യന്റെ കോപം അല്ലെ, മനുഷ്യന്റെ പാപം ദൈവത്തിന്റെ നീതിയുടെ സ്റ്റാൻഡേർഡ് നിർത്തി കഴിയുമ്പോൾ നമ്മൾ തകർന്നു പോയി. ആ ദൈവത്തിന്റെ നീതിയുടെ സ്റ്റാൻഡേർഡ് അത്ര ഭയങ്കരമാണ്. അവരെല്ലാവരും എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ കോപം ഡിസേർവ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് മനുഷ്യന് പല തീരുമാനങ്ങളില്ല. ഈ മനുഷ്യൻ എന്ത് തീരുമാനം എടുത്താലും, എന്ത് പാപം ചെയ്യാമെന്നുള്ള തീരുമാനം എടുക്കാൻ അവന് കഴിയത്തുള്ളൂ. നേച്ചർ, അവന്റെ കേപ്പബിലിറ്റി, എന്ത് പാപം ചെയ്യാം അത് മാത്രമേ മനുഷ്യന് തിരഞ്ഞെടുക്കാൻ കഴിയത്തുള്ളൂ അല്ലെ. എന്നാൽ ദൈവത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി അവന് വർക്കാവുന്നില്ല. എല്ലാ മനുഷ്യരും ഇതുപോലെ കൊണ്ടുവരാത്തവർ ദൈവം എല്ലാവരും ഒരേ ബെഞ്ചിൽ ഇരുത്തിന്റെ കാരണം എന്തുവാണ്? അവർക്ക് ഒറ്റ ക്വാളിറ്റിയുള്ള എന്താണ്? എന്ത് പാപം ചെയ്യാനുള്ള ഫ്രീവില്ലുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തെ തിരഞ്ഞെടുക്കുവാനോ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാനോ അവരുടെ ഒരു കാരണവശാലും ആ ഒരു കേപ്പബിലിറ്റി വർക്കാവുന്നില്ല. ചരിത്രത്തിലൂടെ നോക്കുമ്പോൾ മാർട്ടിൻ ലൂതറും ജോനാഥൻ എഡ്വേർഡ്സ് ഒക്കെ പഠിപ്പിച്ച ഒരു വലിയ മർമ്മമാണ്. ഇതാണ്,
ഈ ഒരു നേച്ചർ അവിടെ ഇല്ല. എന്താണ്? അവന്റെ ഫ്രീ വില്ലില് ഈ ഒരു നേച്ചർ ഇല്ല. ഇപ്പൊ നമ്മൾ ചിന്തിക്കും ഫ്രീ വില്ല് ന്യൂട്രൽ ആണ്, അല്ലെ? സാമത് ഓർപ്പിക്കേണ്ട ഇടയായിട്ട് ഒരിക്കലും അത് ന്യൂട്രൽ അല്ല. രാവിലെ നമ്മൾ ഈ മീറ്റിങ്ങിന് വരാൻ ഇരുന്നപ്പം നമ്മളെല്ലാം നല്ല കളറുള്ള ഡ്രസ്സും കളറില്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങളുടെ കബോർഡിൽ ഒരു സെറ്റ് ഓഫ് ഡ്രസ്സും ഉണ്ടായിരുന്നു, അല്ലെ? നിങ്ങൾ എന്തുകൊണ്ട് ഈ ഡ്രസ്സ് ഇട്ടു? നിങ്ങൾക്ക് 10 ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് ഏത് ഡ്രസ്സ് ഇടാനുള്ള ഫ്രീ വില്ല് നിങ്ങൾക്കുണ്ട്. നിങ്ങളൊരു കല്യാണത്തിന് പോകുമായിരുന്നെങ്കിൽ ഇടേണ്ട ഒരു ഡ്രസ്സ് നിങ്ങൾ ഇട്ടില്ല. എന്തുകൊണ്ട് ഇട്ടില്ല? നിങ്ങളുടെ ഫ്രീ വില്ല് ന്യൂട്രൽ അല്ലാത്തതുകൊണ്ടാണ്. എന്താണ്? ഒരു എക്സ്റ്റേണൽ ഫാക്ടർ നിങ്ങളുടെ ഫ്രീ വില്ലിനെ ഇമ്പാക്ട് ചെയ്യും, അല്ലെ? ഇപ്പൊ ഈ ചർച്ച വരാൻ വേണ്ടി ഗൂഗിൾ മാപ്പിൽ അറിയാവുന്നവരും അറിയാത്തവരും പല വഴികൾ കാണും. ഞാൻ ഇന്ന് കൽക്കരി വഴി വന്നേ, വേണമെങ്കിൽ ഷെണ്ണൂർ വഴി വരാമായിരുന്നു. ഷെണ്ണൂർ വഴി എന്തുകൊണ്ട് ഞാൻ വരാനില്ല തീരുമാനിച്ചു? അവിടെ ട്രാഫിക് ഉണ്ട്, പോലീസ് കാണും, എന്റെ വണ്ടി KL രജിസ്ട്രേഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്റെ മനസ്സിൽ ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്തു. എനിക്ക് ഏത് വഴി തിരഞ്ഞെടുക്കാവുന്ന ഫ്രീ വിൽ ഉണ്ടെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ ഫ്രീ വില്ലിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ഞാൻ തീരുമാനം എടുക്കത്തുള്ളൂ, അല്ലെ? അപ്പൊ ഫ്രീ വില്ല് ന്യൂട്രൽ അല്ല. ഞാനിപ്പോ ഒരു 4 വഴി എനിക്ക് മുമ്പിലുണ്ട്, 4 വഴി പോകാനുള്ള ഫ്രീ വില്ല് എനിക്ക് മുമ്പിലുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഏത് വഴി തിരഞ്ഞെടുത്താൽ അതിന്റെ ഒരു റീസൺ ഉണ്ട് പറഞ്ഞു. ഞാൻ സെക്കൻഡ് വഴിയാ പോകുന്നതെങ്കിൽ, തേർഡ് വഴിയാ പോകുന്നതെങ്കിൽ, ഫോർത്ത് വഴിയാ പോകുന്നതെങ്കിൽ, ഫസ്റ്റ് വഴിയാണ് എടുക്കുന്നതെങ്കിൽ, ഈ എന്ത് തീരുമാനം എടുത്താലും അതിന്റെ റീസൺ ബിഹൈൻഡ്. അല്ലെങ്കിൽ ഞാൻ ഒരു വഴിയിൽ തിരഞ്ഞെടുക്കും, ഞാൻ ഇവിടെ ഇരിക്കുവാൻ തീരുമാനിച്ചാൽ പോലും അതിന്റെ ഒരു റീസൺ ബിഹൈൻഡ് ഉണ്ട്. ആ റീസൺ ബിഹൈൻഡ് ഒരു എക്സ്റ്റേണൽ ഫാക്ടർ വഴിയാണ് നമ്മൾ ആ റീസൺ തിരഞ്ഞെടുക്കുക, ഒരു ഭാവം തിരഞ്ഞെടുക്കുക. അപ്പൊ മനുഷ്യനിൽ ഈ എക്സ്റ്റേണൽ ഫാക്ടർ മുഴുവൻ ഈ ഫോളൻ നേച്ചറിൽ നിന്ന് വരും. അതുകൊണ്ടാണ് മനുഷ്യന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ദൈവത്തിന്റെ ഇഷ്ടത്തെ തിരിച്ചറിയത്തക്കവണ്ണം ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ആ ചോയ്സിലേക്ക് മനുഷ്യൻ വരാൻ കഴിയത്തില്ല. അവൻ എന്ത് തീരുമാനം എടുത്താലും ഈ എക്സ്റ്റേണൽ ഫാക്ടർ, ആദാമിൽ നിന്ന് വന്ന ആ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ മുഴുവൻ എന്താണ് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പാപം തിരഞ്ഞെടുക്കാൻ മാത്രം പ്രേരിപ്പിക്കുന്നുള്ളൂ. അപ്പൊ അവൻ ചിന്തിക്കുന്നത് ഞാൻ ഫ്രീ വില്ല് തെരഞ്ഞെടുത്താൻ ചിന്തിക്കുന്നത്, പക്ഷെങ്കിൽ അവൻ അറിയാതെ അവനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫോളൻ നേച്ചർ എന്ന എക്സ്റ്റേണൽ ഫാക്ടർ അവനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാൻ, പാപം ചിന്തിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് മനുഷ്യൻ ഒരിക്കലും സ്വയമേ എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ദൈവത്തെ തിരഞ്ഞെടുക്കുവാനോ ദൈവത്തിന്റെ വഴികളിലേക്ക് തിരഞ്ഞെടുക്കുവാനോ കഴിയത്തില്ല. പുള്ളിപ്പുലിയുടെ പുള്ളി മായ്ക്കാൻ അതിന് കഴിയുമോ? അതുപോലെയാണ് മനുഷ്യൻ എന്നാണ് പഴയ പ്രവചനം എഴുതിയിരിക്കുന്നത്. അത് ഒരിക്കലും ഈ ഫ്രീ വില്ലിനെ ദൈവത്തിലേക്ക് മാറ്റി വെക്കാൻ ഒരു കോമ്പസ് എടുത്താൽ എപ്പോഴും അതങ്ങനെ തിരിഞ്ഞിരിക്കത്തുള്ളൂ, നോർത്ത് പോളിലേക്ക് തിരിഞ്ഞെത്തില്ല. എന്തുകൊണ്ടാണ്? അതിന്റെ മാഗ്നറ്റിക് പവർ അതിനെ പ്രേരിപ്പിക്കുന്ന എങ്ങോട്ട് തിരിഞ്ഞിരിക്കാനാണ്? നോർത്ത് പോളിലേക്ക്. എന്ന് വെച്ചപോലെ ഫോളൻ നേച്ചർ എപ്പോഴും ഓപ്പോസിറ്റ് ബോർഡെ തിരിഞ്ഞിരിക്കത്തുള്ളൂ. അതിനെ നമ്മൾ ബലം പിടിച്ച് എന്ത് ചെയ്യണം? പുറത്തോട്ട് മാറ്റണം നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. ഒരു എക്സ്റ്റേണൽ ബലം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കത്തുള്ളൂ? ഒരു ബൈ ഡിഫോൾട്ട് നേച്ചറിൽ നിന്നും പുതിയൊരു നേച്ചറിലേക്ക് മാറാൻ കഴിയത്തുള്ളൂ. അപ്പൊ ദൈവം എന്ത് ചെയ്തേ കഴിയത്തുള്ളൂ? രക്ഷിക്കപ്പെടണമെങ്കിൽ. അപ്പൊ അതിന് മുമ്പ് വരുന്ന കാര്യം, ഇവരെല്ലാം ഡിസർവ് ചെയ്യുന്നതാണ് ഈ ഫ്രീ വില്ലിൽ എന്ത് പാപം തിരഞ്ഞെടുക്കുന്നു അവരെല്ലാം ഡിസർവ് ചെയ്യുന്നതാണ്? ദൈവത്തിന്റെ ക്രോധമാണ്. ഈ ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന വെളിപ്പാട് നമുക്കുണ്ടെങ്കിലേ നമുക്ക് ഇലക്ഷന്റെ മഹത്വത്തെ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഇപ്പം ഇലക്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ ക്രോധത്തിന്റെ കീഴിൽ നിൽക്കുന്ന പറയുമ്പോൾ 1-2 ടെക്സ്റ്റോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഇപ്പം ഇന്ത്യ പാകിസ്ഥാനായിട്ട് യുദ്ധം നടക്കുന്ന ഇടയത്ത് അപ്പം ഈ 2 വിമാനങ്ങളുടെ സംഭവങ്ങൾ മുമ്പിൽ വരുത്തുക. കഴിഞ്ഞ ദിവസം മുട്ട കേട്ട പോലെ 240 പേര് ഇന്നസെന്റ് ആയിട്ട് മരിച്ച ഒരു കൂട്ടം അല്ലെ? നമ്മുടെ മുമ്പിൽ അവരെല്ലാം ഇന്നസെന്റ് ആണ്. പക്ഷെ അതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ അനേക വിമാനങ്ങൾ യുദ്ധത്തിൽ തകർന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താ തോന്നിയേ? എല്ലാവരും ചാകണമായിരുന്നു എന്ന് സാധാരണ ഒരു ഇന്ത്യക്കാരൻ അല്ലെ? അവർ രക്ഷപ്പെടണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ പിടിച്ച് ജയിലിലിടുന്ന സമയമായിരുന്നു ഇന്ത്യ മുഴുവൻ. അവർക്ക് ഫേവറായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അവര് രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നത് പോലെ ഭാവിയെ. എന്തുകൊണ്ടാണ് ഈ 2 ചിന്ത അകത്ത് വന്നത്? മനുഷ്യന്റെ നീതിയുടെ സ്റ്റാൻഡേർഡാണ്, അല്ലെ? ഞാൻ ഇന്ത്യക്കാരനായി നിൽക്കുമ്പോൾ എന്റെ ചിന്ത മുഴുവൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു തീവ്രവാദിയും രക്ഷപ്പെട്ടത്, ഇവരെല്ലാവരും മരിച്ചു പോവാം, അല്ലെ? എന്ന് വെച്ചോളെ തന്നെ ദൈവത്തിന് മുമ്പിൽ എല്ലാവരും എങ്ങനെയാണ്? ആ ഉന്നതനായിട്ടുള്ള ഹിറ്റ്ലർ പോലുള്ള തീവ്രവാദി പോലെയാണ്, അതേ ബെഞ്ചിലാണ് എന്നെ എത്തിയേക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപോലെ കൊള്ളരുതാത്തവരായിട്ട്. അപ്പൊ ഇവരെല്ലാം എന്താണ്? ഒരേ ബെഞ്ചിലാണ്. ഇവരെല്ലാം ഒരേ ബെഞ്ചിലിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കും നമ്മള് നല്ല കുടുംബത്തിൽ ജനിച്ച്, നമ്മള് നല്ല വിദ്യാഭ്യാസം ജനിച്ചു. പക്ഷേ ഈ ബിപിൻ തോമസ് എന്ന വ്യക്തി ഹിറ്റ്ലറുടെ വീട്ടിലാണ് ജനിച്ചിരുന്നെങ്കിലോ ഹിറ്റ്ലറിന്റെ ബുദ്ധിക്കനുസരിച്ച് എന്റെ ബ്രെയിൻ വർക്കാവത്തുള്ളൂ. ഹിറ്റ്ലറിനെ പോലെ എന്റെ കാല് വൃത്തികെട്ടവനെ മതി. അപ്പൊ ദൈവത്തിന്റെ കാഴ്ചയിൽ എങ്ങനെയാണ്? ഏത് വ്യക്തിയെ ഒരേ ബെഞ്ചിൽ നിർത്താം. അതാണ് ഈ ലൈൻ മാറ്റുന്നത്. ഏത് വ്യക്തിയെയും ഒരേപോലെ ഒരേ ബെഞ്ചിൽ നിർത്താം. അപ്പൊ ഞാൻ ദൈവത്തിന് മുമ്പ് നിൽക്കുന്ന എങ്ങനെയാണ്? ഈ പാപമെല്ലാം ചെയ്യാനുള്ള ഫ്രീ വില്ലുള്ള
ആ കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനായിട്ട് എന്താ ഡിസേർവ് ചെയ്യുന്ന ഗോഡ്സ് റാത്ത്, ദൈവത്തിന്റെ കോപം മാത്രം ഡിസേർവ് ചെയ്യുന്ന മനുഷ്യനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്, അല്ലെ? ഇനി ഇതിന്റെ അകത്ത് ദൈവം രണ്ട് സെപ്പറേഷൻ ചെയ്യുകയാണ്. ഒന്ന് എലക്റ്റഡും ഒന്ന് നോൺ എലക്റ്റഡും. ഓക്കെ, അപ്പൊ രണ്ടു കൂട്ടരും എന്താണ് ഡിസേർവ് ചെയ്യുന്നത്? ദൈവത്തിന്റെ കോപമാണ് ഡിസേർവ് ചെയ്യുന്നത്. നമുക്ക് ദൈവത്തോട് ഡിസേർവ് ചെയ്യത്തക്കോടെ എന്ത് ചോദിക്കാൻ കഴിയത്തുള്ളൂ? ദൈവമേ എനിക്ക് നീതി താ, ദൈവമേ എന്നോട് ഫെയർ ആയിട്ട് ഇടപെടാൻ പറഞ്ഞാൽ നിത്യശിക്ഷാവിധിക്ക് ഞാൻ യോഗ്യനാക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകും. ഇപ്പം ഒരു ഭിക്ഷക്കാരൻ നിങ്ങളുടെ അടുത്ത് വന്നൊരു ഭിക്ഷ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുന്നേ, അവൻ എന്റെ ഭിക്ഷ മേടിക്കത്തക്കോണം എന്ത് ഡിസേർവ് ആണ് അവന് യോഗ്യത ഉള്ളത് നോക്കുന്നത്, അല്ലെ? അവൻ കീറി പറഞ്ഞൊരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ, അവന്റെ മുടി വെട്ടാത്ത വളരെ വികൃതമായ, അല്ലെങ്കിൽ മുഖം നോക്കുമ്പോൾ അവന് കുറച്ച് ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ അല്പം പൈസ കൊടുക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്യും. അപ്പം ഞാനത് എന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യം എന്താണ്? ആ വ്യക്തിയിൽ നിന്നുള്ള കാര്യമാണ്. അവൻ ഡിസേർവ് ചെയ്യുവാണ്, എന്നോട് കരുണ ഡിസേർവ് ചെയ്യുകയാണ് ആ വ്യക്തി, അല്ലെ? ഞാൻ ആ കരുണ കാണിക്കുന്നതിന് മുമ്പേ ആ കരുണ എന്ത് ചെയ്യാണ്? ആ വ്യക്തി എന്നോട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? അവൻ ആ കരുണ ഡിസേർവ് ചെയ്യുകയും എന്നോട് ഡിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? ഒരു കൈ മുമ്പിൽ നീട്ടുമ്പോൾ അവൻ ചെയ്യുന്നേ, എന്റെ അകത്ത് ആ കരുണ പ്രവർത്തിക്കാൻ വേണ്ടി അവൻ എന്നോട് ഡിമാൻഡ് ചെയ്യുക. പക്ഷെങ്കിൽ മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്ന എങ്ങനെയാണ്? അവന്റെ മുമ്പിലുള്ള ഡിമാൻഡ് കൂടി എന്താണ്? ദൈവത്തിന്റെ കോപം. ദൈവത്തിന്റെ കോപം മാത്രമേ ഡിമാൻഡ് ചെയ്യുന്നത്. ദൈവത്തിൽ നിന്ന് കരുണ ഡിമാൻഡ് ചെയ്യത്തക്കോടെ ഒരു എലമെന്റും നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. അതെന്താണ്? ആ തീവ്രവാദിയെ തന്നെ ഞാൻ എടുത്ത് കാണിച്ചു ഒരു, അല്ലെ? അപ്പം ആ തീവ്രവാദി ന്യായാധിപൻ സമൂഹത്തിന് മുമ്പിൽ നിന്ന് പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാൻ ചെയ്തത് ന്യായം ക്ഷമിക്കും. അവൻ ക്ഷമ ചോദിച്ചാൽ തന്നെ കൂടുതൽ അടി കിട്ടും, അല്ലെ? പല വ്യക്തികളും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം പറയുമ്പോൾ സമൂഹം അവന് വേണ്ടി കൂടുതൽ കോപിക്കുകയും. അപ്പൊ എന്തെങ്കിലും കരുണ ഡിമാൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ ശിക്ഷ കിട്ടുകയും. അതാണ് പാപത്തിന്റെ പ്രത്യേകത. അപ്പൊ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിന് മുമ്പിൽ മനുഷ്യരുടെ നീതി എല്ലാം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ എന്താണ്? കൂടുതൽ കോപത്തിന് പാത്രം ആകുകയുള്ളൂ. അപ്പൊ മനുഷ്യനെ ദൈവം റോമാലേഖനത്തിൽ വിളിച്ച പേരാണ് നാശിയൊന്ന്, അല്ലെങ്കിൽ കോപപാത്രങ്ങൾ. ഇതെല്ലാം വിളിക്കുന്ന ഒരു പേരാണ്, നിഗ്നേം എന്താണ്? കോപപാത്രങ്ങൾ. ദൈവത്തിന്റെ റാത്ത് കൺസ്യൂം ചെയ്യാനുള്ള പാത്രങ്ങളാണ് എല്ലാ മനുഷ്യരും, അല്ലെ? നമുക്കൊന്നും ഡിമാൻഡ് ചെയ്യാൻ കഴിയത്തില്ല. ഇതിന്റെ അകത്ത് ദൈവം തീരുമാനിക്കുകയാണ് എന്ത്? ദൈവത്തിന് എലക്റ്റഡ് വേണം, ദൈവത്തിന് നോൺ എലക്റ്റഡ് വേണം. അപ്പം എല്ലാവരെയും ദൈവം ശിക്ഷിച്ചാൽ അത് നീതിയാണോ? എല്ലാവരും ദൈവം ശിക്ഷ നീതിയാണ്. കാരണം എന്തുവാ? ദൈവത്തിന് നീതി അവർക്ക് വെളിപ്പെട്ടു. അവരെ ഡിസേർവ് ചെയ്താണ് അത് അവർക്ക് കിട്ടി. ഇഫ് യു ആർ റിസീവിംഗ് വാട്ട് യു ഡിസേർവ്, ഇറ്റ് ഇസ് എ ജസ്റ്റിസ്. നിങ്ങൾ ഡിസേർവ് ചെയ്ത കാര്യം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അത് ജസ്റ്റിസ് ആണ്, ഒരിക്കലും അനീതിയല്ല. അപ്പൊ എല്ലാവരെയും ഈ കോപപാത്രത്തെ എല്ലാവരെയും പിടിച്ച് നരകത്തിലിടുമ്പോൾ ദൂതന്മാര് വരെ ദൈവത്തെ പാടി ഇത്ര വിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു അശുദ്ധനെ പോലും ഇതിന്റെ അകത്ത് നിർത്താതെ എല്ലാവരെയും പിടിച്ച് നരകത്തിയിട്ട് ദൈവത്തിന്റെ കോപം വെളിപ്പെടുത്തി, ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തിയ ദൈവത്തിന് സ്തോത്രം. പക്ഷെങ്കിൽ ആ ഡിസേർവ് ചെയ്യുന്ന കാര്യം റിസീവ് ചെയ്യുന്നതിന് പകരം എല്ലാവരിലും അത് ചെയ്യാതെ ദൈവം എന്ത് ചെയ്തു? ഒരു ശേഷിപ്പിനെ എല്ലാ തലമുറയിലും ദൈവം ആഗ്രഹിച്ചു ഒരു റെമനന്റ് വേണമെന്ന്, ഒരു ശേഷിപ്പ് വേണമെന്ന്. ഓക്കെ, ആ എലക്റ്റഡ് എന്താണ് ഡിസേർവ് ചെയ്യുന്നത്? കോപപാത്രമല്ല, ദൈവത്തിന്റെ കോപമാണ് ഡിസേർവ് ചെയ്യുന്നെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ദൈവം തീരുമാനിച്ചു. ഇതിന്റെ രണ്ടിന്റെ ഔട്ട്പുട്ടിലും ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഗോഡ്സ് ഗ്ലോറിയാണ്. ഓക്കെ, രാവിലെ കേട്ട പോലെ ദൈവം തന്റെ പദ്ധതിക്കനുസരിച്ചാണ് ദൈവം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടിലും ഔട്ട്പുട്ടിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഗോഡ്സ് ഗ്ലോറിയാണ്. അപ്പൊ ദൈവത്തിന് ജസ്റ്റിസ് മാത്രം വെച്ചിട്ട് ഗ്ലോറി വെളിപ്പെടുത്താം. ഓക്കെ, ജസ്റ്റിസ് ദൈവം നീതി വെളിപ്പെടുത്തിയിട്ട് എല്ലാവരും ശിക്ഷിച്ചാലും ദൈവത്തിന് എന്ത് ചെയ്യാം? തന്റെ ഗ്ലോറി വെളിപ്പെടുത്താം. എന്ത് ക്യാരക്ടർ വെളിപ്പെടുത്തുന്ന വഴിയാ? ദൈവത്തിന്റെ നീതി അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപം വെളിപ്പെടുത്തുന്ന വഴി ദൈവത്തിന് തന്റെ ഗ്ലോറിയെ വെളിപ്പെടുത്താം. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം തോന്നി എന്ത്? ഈ കോപം വെളിപ്പെടുത്തുമ്പോൾ, കോപത്തിന്റെ ഒരു ഡിസ്പ്ലേ വരുമ്പോൾ തന്നെ ദൈവത്തിന് ഇഷ്ടം തോന്നി എന്താണ്? ഐ നീഡ് ടു ഡിസ്പ്ലേ മേഴ്സി ഓൾസോ. കരുണ എന്ന ക്യാരക്ടറൂടെ വെളിപ്പെടുത്തിയിട്ട് ഗോഡ്സ് ഗ്ലോറി കാണിക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടം തോന്നും. അത് ദൈവത്തിന് തീരുമാനമാണ്, അത് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ തീരുമാനിച്ചതാണ്. റോമലേഖനം പഠിക്കുമ്പോൾ വാക്യങ്ങളിൽ പോകുന്നില്ല, റോമല 9 വ്യക്തമായിട്ട് ഇപ്പൊ ഏത് കാര്യത്തിൽ അവിടെ രാഷ്ട്രത്തെ വിളിക്കുന്ന കാര്യങ്ങളിൽ പറഞ്ഞു ദൈവത്തിന്റെ സ്വഭാവം അവിടെ കാണുന്നത്. ആ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ സ്വഭാവം അവിടെ കാണുന്നത് എന്താണ്? കോപപാത്രങ്ങളോട് കൂടെ തന്നെ എന്ത് ചെയ്തു?
കരുണാപാത്രങ്ങളായിട്ടും കൂടെ ദൈവത്തിന് അവരെ തിരഞ്ഞെടുക്കാൻ തോന്നി. ഇതിനു വേണ്ടിയാണ് തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. അപ്പം ഗോഡ്സ് ഗ്ലോറി എന്ന എയിമിൽ എത്താൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഒരു ഡിസ്പ്ലേക്ക് പകരം 2 ഡിസ്പ്ലേ എടുത്തേക്കാമെന്ന് തീരുമാനിച്ചു. എന്താണ്? ഒന്ന്, എന്റെ കോപം വെളിപ്പെടുത്തുന്ന ഒരു ഭാഗവും 2 എന്റെ കരുണ വെളിപ്പെടുത്തുന്ന ഭാഗവും. മുമ്പ് കേട്ടതുപോലെ പാപത്തിൽ എല്ലാവരും നശിച്ച് നിത്യശിക്ഷാവിധി മേടിക്കുമ്പോഴും ദൈവത്തിന്റെ നീതി എന്ന മഹത്വം വെളിപ്പെടുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് മേഴ്സി എന്ന ദൈവത്തിന്റെ ക്യാരക്ടർ വഴി ദൈവത്തിന്റെ മഹത്വം വർദ്ധിക്കുന്നു. അപ്പൊ അവിടെ എന്താ സംഭവിച്ചേ? നമ്മളെ ഡിസേർവ് ചെയ്ത കാര്യം എന്ത് ചെയ്തു? ക്രൂശിലോട്ട് ഏൽപ്പിച്ചു. നമ്മളെ ഡിസേർവ് ചെയ്ത കാര്യം പുത്രനെങ്കിൽ ഏൽപ്പിച്ചിട്ട് അവിടെ നീതി വെളിപ്പെടും. നമ്മളെ ഡിസേർവ് ചെയ്ത ദൈവത്തിന്റെ കോപം മുഴുവൻ എന്ത് ചെയ്തു? ആ ചക്കിന്റെ അകത്ത് എരിഞ്ഞമരുവാൻ, അതിന്റെ ഫുൾ ശിക്ഷാവധി അനുഭവിക്കുവാൻ ദൈവം ക്രൂശിതനെ, പുത്രനെ തന്റെ ലോകത്തിലേക്ക് അയച്ചിട്ട് എന്ത് ചെയ്തു? പുത്രൻ ഡിസേർവ് ചെയ്ത കാര്യം നമ്മുടെ പേരിൽ അക്കൗണ്ട് ചെയ്തു. അല്ലെ? പുത്രൻ ഈ ഭൂമി പ്രവർത്തിച്ച് എന്ത് പ്രവർത്തി നോക്കിയാലും ദൈവത്തിന് എന്ത് കൊടുക്കാൻ തോന്നുന്നുവോ അത് മുഴുവൻ ആരുടെ പേരിലെത്തി? നമ്മുടെ പേരിലേക്ക്. അവിടെയാണ് ദൈവം അനീതി അല്ലാത്തവനായിട്ട് മാറി. ഇലക്ടന്റെ പേരിൽ ദൈവം അനീതി ചെയ്യാതെ എന്തുകൊണ്ടാണ്? പുത്രന്റെ മേല് നമ്മൾ ഡിസേർവ് ചെയ്ത കാര്യം കൊടുത്തിട്ട് പുത്രന്റെ പ്രവർത്തി നോക്കിയാൽ അവനെന്ത് പ്രതിഫലം കൊടുക്കാൻ തോന്നുന്നുവോ അതെന്ത് ചെയ്തു? നമ്മുടെ പേരിൽ. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് ദൈവത്തിന്റെ സ്നേഹം അത്രത്തോളം വെളിപ്പെടുത്തി. അപ്പൊ അത് 2 കാര്യങ്ങൾ. ഒന്ന്, ഡിസേർവ് ചെയ്തതും റിസീവ് ചെയ്തതും. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇത് രണ്ടും ഗോഡ് ഗ്ലോറി. ഒന്ന് ഇങ്ങനെയാണ്, ജസ്റ്റിസ് വഴി ദൈവം ഗ്ലോറി കാണിക്കുന്നു. മറ്റേത് മേഴ്സി വഴി. അപ്പൊ ദൈവത്തിന്റെ തീരുമാനമാണ് ജസ്റ്റിസ് കാണിക്കണോ മേഴ്സി കാണിക്കണം. ഈ 2 തീരുമാനത്തിലാണ് ഇലക്റ്റഡും നോൺ ഇലക്റ്റഡും വ്യത്യസ്ത നിൽക്കുന്നത്. അപ്പം ദൈവത്തോട് ഫെയർ ആയിട്ട് ഡിമാൻഡ് ചെയ്താൽ തീർച്ചയായും ശിക്ഷാവിധി. പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ എന്ത് ചെയ്തു? ദൈവം തീരുമാനിച്ചു ഞാനിവരെ തിരഞ്ഞെടുക്കാം എന്നുള്ള കാര്യം. സ്തോത്രം. അപ്പൊ നമ്മളിങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടത് മനസ്സിലായി, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ തെരഞ്ഞെടുക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഇലക്ഷൻ എന്ത് ബേസിസിലാണ് നടന്നിട്ടുള്ളത്? എത്ര മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. എന്തിന്റെ ബേസിലാണ് ഇലക്ഷൻ നടന്നുള്ളത്? ഇപ്പൊ ഞാൻ ഇലക്റ്റഡ് ആയി, വേറൊരു വ്യക്തി ഇലക്റ്റഡ് ആയില്ല. അപ്പൊ ഇലക്ഷൻ എന്ന പദം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, 5 മിനിറ്റ് ഞാൻ അതോടെ പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇലക്ഷൻ എന്ന പദം പഠിച്ചു കഴിയുമ്പോൾ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു ജോലിക്കാരനായിട്ട് നിങ്ങൾക്ക് ഒരാളെ തിരഞ്ഞെടുത്തു. 10 ആപ്ലിക്കേഷൻ കിട്ടി, നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുത്തു. അപ്പം ആ തിരഞ്ഞെടുത്തതിന്റെ ആ വ്യക്തിയിലുള്ള ഗുണമാണോ അതോ നിങ്ങളുടെ ഇഷ്ടമാണോ? അതാണ് അത് വർക്കാവ് ചെയ്തത്. 10 പേര് അപ്ലൈ ചെയ്തെങ്കിൽ ആ ഏറ്റവും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഇലക്ഷൻ വർക്ക് ചെയ്യാൻ 2-3 മേഖലകൾ. ഒന്നാണ് ഫേവറിറ്റിസം, മുഖപക്ഷം. അല്ലെ? നിങ്ങൾ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു, ബാക്കി 9 വരെ കളഞ്ഞു. എന്തുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ തിരഞ്ഞെടുത്തു? ആരുടെ ഗുണമാണ്? ആ വ്യക്തിയിലുള്ള ഗുണമാണ്. അപ്പൊ നിങ്ങളെ 10 വ്യക്തിയെ കുറിച്ച് പഠിക്കുകയും ആ 10 വ്യക്തിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഗുണം നിങ്ങൾ എക്സൽ ആയിട്ട് കൂടുതൽ കണ്ടാൽ എന്ത് ചെയ്യും? നിങ്ങൾ ആ വ്യക്തിയെ തിരഞ്ഞെടുക്കും. അപ്പൊ ഒന്നാമത് ഇലക്ഷൻ സംഭവിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്താണ്? ഫേവറിറ്റിസം, മുഖപക്ഷം കാണിക്കുക. പക്ഷെ ബൈബിൾ എന്താ പറയുന്നത്? ദൈവത്തിന് പക്കൽ മുഖപക്ഷമില്ല. എന്തുകൊണ്ടാണ്? ആ 10 വ്യക്തിയിലും തിരഞ്ഞെടുക്കപ്പെടാനായിട്ടുള്ള ഒരു ഫേവറബിൾ എലമെന്റ് ഇല്ല. അതുകൊണ്ട് ദൈവത്തിന് മുഖപക്ഷം കാണിക്കാനും കഴിയില്ല. അപ്പം 10 ആപ്ലിക്കേഷൻ എന്തില്ല? ഫേവറബിൾ ആയിട്ടുള്ള എലമെന്റ് ഇല്ല. തിരഞ്ഞെടുക്കപ്പെടാൻ മാത്രം, അല്ലെ തന്റെ വിശുദ്ധിയുടെ സാന്നിധ്യത്തിൽ നിർത്താൻ മാത്രം ആരും. കാരണം എല്ലാവരും ഡിസേർവ് ചെയ്യുന്നത് എന്തുവാണ്? തീവ്രവാദികളെ പോലെ കൊല്ലപ്പെടാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെ ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ കൊല്ലപ്പെടാൻ നിർബന്ധിക്കപ്പെടുന്ന, ദൈവത്തിന്റെ നീതിയുടെ മുമ്പിൽ കൊല്ലപ്പെടാൻ, നിത്യശിക്ഷാവിധി അനുഭവിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന 10 കോപപാത്രങ്ങൾ നിൽക്കുമ്പോൾ ആരിലും എന്ത് ചെയ്യുന്നില്ല? ഈ ഫേവറിറ്റിസം വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയാണ് കുറിയിടുക എന്നുള്ളത്, ലോട്ടെടുക്കുക. അല്ലെ? അവിടെ ചോദിച്ചാൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന് അറിയത്തില്ല. കാരണം എല്ലാവരുടെ ഫേവറേഴ്സും ഇല്ല, അല്ലെങ്കിൽ 10 പേരിൽ ഫേവറേഴ്സും ഉണ്ട്. ആരെ തിരഞ്ഞെടുക്കാൻ കൺഫ്യൂഷൻ വരുന്നത് മനുഷ്യൻ ചെയ്യും? കുറിയെടുക്കുന്ന കാര്യത്തിലൂടെ പോകും. അല്ലെ? എന്നിട്ട് ഒരാളെ തിരഞ്ഞെടുക്കും. പക്ഷെ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കാനാണോ? ഓക്കെ, ഈ ജനറേഷനിൽ 2 വീട് പേരുണ്ട്, അതിന്റെ കുറെ 2 പേര് അവിടെ ഇവിടെയൊക്കെ തിരഞ്ഞെടുത്തേക്കാം. ഈ 2 വഴിയെ മനുഷ്യന് അറിയത്തുള്ളൂ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. പക്ഷെ 3ാമത്തെ വഴിയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. എന്താണ്? The pleasure of his will. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ തീരുമാനത്തിൽ ദൈവം തിരഞ്ഞെടുത്തു. ഇതിന്റെ റീസൺ എവിടെ കിടക്കുന്നുണ്ടാണ്? അതാണ് വെളിപ്പെടുത്താറ്. പക്ഷെ റീസൺ നമ്മളിലല്ലെന്നേ നമുക്കറിയത്തുള്ളൂ.
ദൈവത്തിന്റെ ഇഷ്ടത്തിൽ തെരഞ്ഞെടുത്തു. പക്ഷെങ്കിൽ അതിന്റെ റീസൺ എവിടെ കിടക്കുന്നത്? നമ്മളിലല്ല, ദൈവത്തിലെ കിടക്കുന്നത്. അത് എന്ത് റീസന്റെ അടിസ്ഥാനത്തിലാണെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നില്ല. ഇപ്പൊ ഇലക്ഷന്റെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബൈബിളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏത് ജനറേഷനിലും നോഹയുടെ കാലത്തും നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയിൽ എന്തെങ്കിലും ഫെയറബിൾ എലമെന്റ് നോട്ടാണോ? ദൈവം ഇനിഷ്യേറ്റീവ് എടുത്താല് അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ കോപപാത്രങ്ങൾ. പക്ഷെങ്കിൽ ഈ തേർഡ് വേ ദൈവം തെരഞ്ഞെടുത്തത് എന്താണ്? ഇൻ ദ പ്ലഷർ ഓഫ് ഹിസ് വിൽ, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള തീരുമാനം, ഡിസിഷൻ ഓഫ് ഗോഡ്. എന്ത് തീരുമാനമാണ്? ഈ മേഴ്സി വഴി എനിക്ക് എന്റെ ഗോളിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ദൈവത്തിന്റെ തീരുമാനം. ആ തീരുമാനത്തിന്റെ സബ് പ്രോഡക്ട്സ് ആണ് നമ്മൾ ഇലക്റ്റഡ് ആയിട്ടുള്ളത്. മേഴ്സി വഴി ദൈവം തീരുമാനിച്ചു. എന്റെ ജസ്റ്റിസ് വെളിപ്പെടുത്തി ദൈവം മഹത്വം വെളിപ്പെടുത്തുമ്പോൾ ദൈവം തീരുമാനിച്ചു. ഈ മൂന്നാമത്തെ വഴിയിലൂടെ ഈ രണ്ടുപേരും നമ്മൾ തെരഞ്ഞെടുക്കുന്ന സാധ്യതയില്ല. ഈ രണ്ടുപേരും നോക്കുമ്പോൾ നമ്മൾ ഇല്ലാതെ വരുന്നില്ല, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേ. പക്ഷെ തേർഡ് വേയിൽ ദൈവം തീരുമാനത്തിലൂടെ എന്ത് ചെയ്തു? ഈ മേഴ്സി വഴി ഈ കരുണ കാണിച്ചിട്ട് എന്ത് ചെയ്യാം? തെരഞ്ഞെടുക്കാം. അപ്പം കരുണ കാണിക്കുന്ന ഡിമാൻഡിങ് ആയിട്ട് നമ്മൾ തോന്നുന്നു. പക്ഷെങ്കിൽ കർത്താവിന്റെ തീരുമാനത്തിൽ അങ്ങനെ ചെയ്തു. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ കരുണ വഴി മഹത്വം വെളിപ്പെടുന്നത്. അപ്പൊ നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മേൽ വെളിപ്പെട്ട ഈ മേഴ്സിയെ നമ്മൾ റിപ്പീറ്റഡായിട്ട് പറഞ്ഞു, അല്ലെ? നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വർഷിപ്പ് ചെയ്യുന്ന ഒറ്റ കാരണം എന്താണ്? ഇന്നലെ കിട്ടിയ കാരണം വീടൊക്കെയാണോ? അല്ല, അതിനൊക്കെ താങ്ക് യു പറഞ്ഞു. പക്ഷെങ്കിൽ സ്തോത്രം എന്ന പദം ഉപയോഗിക്കണമെങ്കിൽ എന്താണ് കാണുന്നത്? റിസേർവ് ചെയ്ത കാര്യത്തിന് പകരം അതിനെ പുത്രനെ ഏൽപ്പിച്ചിട്ട് പുത്രൻ ഡിസേർവ് ചെയ്ത കാര്യത്തെ എന്നിലേക്ക് അക്കൗണ്ട് ചെയ്തു. ഇതാണ് അങ്ങനെ നമ്മൾ മേഴ്സി വഴി ദൈവത്തെ കാണുന്നതിൽ കൂടിയാണ് നമുക്ക് ദൈവത്തിന് മഹത്വത്തിന് ആംപ്ലിഫിക്കേഷൻ ഉണ്ടാകും. ദൈവത്തിന് ഓൾറെഡി മഹത്വമുണ്ട്, നമ്മൾ കൊടുക്കുമല്ല. ആ മഹത്വത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന് പുകഴ്ച ഉണ്ടാക്കുകയും ഒരു ആംപ്ലിഫയർ എന്ത് ചെയ്യും? ഈ മൈക്കിന്റെ ആംപ്ലിഫയർ എന്ത് ശബ്ദത്തെ കൂടുതൽ എസ്റ്റാബ്ലിഷ് അല്ലെ ആംപ്ലിഫൈ ചെയ്ത് വിടുക എന്ന് വെച്ചാൽ ദൈവത്തിന് ഓൾറെഡി ഉള്ള മഹത്വത്തെ എന്ത് ചെയ്യാണ്? ഇലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാണ്? ആംപ്ലിഫൈ ചെയ്യുക, ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് എന്നാണ് എഫെസ്യ ലേഖനം 1 പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇലക്ഷനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെ, അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് അത് വിടാം. സ്തോത്രം. അപ്പൊ ഈ 3 മേഖലയും നമ്മൾ മനസ്സിലാക്കി. ഇലക്റ്റഡും നോൺ ഇലക്റ്റഡും എല്ലാം മനസ്സിലാക്കി. ഇനി നോൺ ഇലക്റ്റഡ് ആയിട്ട് ഉള്ള ആൾക്കാർക്ക് എന്നെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തില്ല എന്ന് ചോദിക്കാൻ പറ്റുമോ? കാരണം അവരെ ഡിസേർവ് ചെയ്തെന്താണ്? ദൈവം പറഞ്ഞു, നീ ഡിസേർവ് ചെയ്ത കാര്യം നിനക്ക് കിട്ടി, അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ ന്യായവിധി, അവൻ ഫോളൻ നേച്ചറിൽ അവന് ഡിസേർവ് ചെയ്ത കാര്യം അവന് ലഭിച്ചു. ഇലക്റ്റഡിനെ സംബന്ധിച്ച് ഇലക്ടർ എന്താ പറയുന്നത്? ദൈവം ഞാനും ഡിസേർവ് ചെയ്തായിരുന്നല്ലോ, പക്ഷെ നിന്റെ പുത്രനെ അയച്ച് എനിക്ക് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചല്ലോ. ആ ദൈവത്തിന്റെ ദാനം, ജ്ഞാനം, അറിവ് എന്നൊരു ആഴമേ എന്ന് പറഞ്ഞ് മുട്ടുകുത്തി ആരാധിക്കും. അപ്പൊ രണ്ടു കൂട്ടരും ദൈവത്തിന് വേണ്ടി മുട്ടുകുത്തി. നോൺ ഇലക്ടഡ് എന്തിനു പേരാണ് മുട്ടുകുത്തുന്നത്? ദൈവമേ നീ എത്ര നീതിമാൻ. അവരും എല്ലാ മുഴങ്കാലും മടങ്ങി നിത്യശിക്ഷാദിക്ക് മുമ്പ് എന്ത് ചെയ്യും? ദൈവത്തെ വർഷിപ്പിട്ടു. അവരും മുട്ടുകുത്തി എന്ത് ചെയ്യാണ്? ദൈവത്തിന്റെ നീതി മുമ്പ് ട്രംബിൾ ചെയ്തു പോവാ. അതാണ് രാവിലെ നിങ്ങൾ കേട്ടെ. അല്ലെ, നോൺ ഇലക്ടഡ് എന്താണ് ചെയ്യുന്നത്? ദൈവത്തിന്റെ സോവറൻറ്റിയുടെ പരമാധിക വേണ്ടി അവർ ഭയചകിതരാവുകയും ചെയ്തു. അവർ മുട്ടുകുത്തി ശിക്ഷാവിധിയിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ എന്തുകൊണ്ടാണ് മുട്ടുകുത്തുന്നത്? നമ്മൾ അവരെ പോലെ തന്നെ പോകേണ്ടവരായിരുന്നു. പക്ഷെങ്കിൽ ഇടയ്ക്ക് ഒരു കാര്യം ദൈവം തീരുമാനിക്കും. ദ പ്ലഷർ ഓഫ് ഹിസ് വിൽ. ദൈവത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു ദൈവത്തിനോട് നിർബന്ധമില്ല അങ്ങനെ തേർഡ് വേ എടുക്കണമെന്ന്. പക്ഷെങ്കിൽ ദൈവത്തിന് ഇഷ്ടം അങ്ങനെ ഉണ്ടായി. ഈ തേർഡ് വേയിൽ കൂടെ ഈ 2 വഴി ഇല്ലാത്തപ്പോൾ എന്ത് ചെയ്തു? ഈ തേർഡ് വേയിൽ കൂടെ എന്നെ തെരഞ്ഞെടുക്കാമെന്ന് ദൈവത്തിന് ഇഷ്ടം തോന്നിയപ്പോൾ എന്ത് ചെയ്തു? എന്നെ തെരഞ്ഞെടുക്കാമെന്ന് ദൈവം. അതുകൊണ്ട് ദൈവത്തിന് മേഴ്സി എന്താ നമ്മൾ മനസ്സിലാക്കും. ദൈവത്തിന് ജസ്റ്റിസ് വെളിപ്പെടുത്തിയാൽ മതി. പക്ഷേ ദൈവം ഇഷ്ടപ്പെട്ടു. ദൂതന്മാർക്ക് അറിയാത്തൊരു മഹത്വം, ദൂതന്മാർക്ക് അറിയാത്തൊരു ദൈവത്തിന്റെ ക്യാരക്ടർ മനുഷ്യനെ കൂടെ കാണിക്കാൻ ദൈവത്തിന് മതി. അങ്ങനെ നമ്മൾ പാട്ട് പറഞ്ഞത്, വീണ്ടെടുപ്പിൻ ഗാനം പാടിഞ്ഞാൻ സിയോണിൽ വിൻദൂതർക്കും പാടാൻ അസാധ്യമേ ആകും. കാരണം അവർക്ക് അങ്ങനെ കാര്യം അറിയത്തില്ല. മേഴ്സി എന്താണെന്ന് അറിയത്തില്ല. അമേസിംഗ് ഗ്രേസ് എന്ന പാട്ട് അവർക്ക് അറിയത്തില്ല. അവർക്ക് ഗോഡ് ഈസ് ഹോളി, ഹോളി, ഹോളി. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ. ഒരു അശുദ്ധനെ കൂടെ അവിടെ നിർത്താൻ കഴിയാതെ അവർ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ട് പറഞ്ഞു നോക്കി, രണ്ടുകൊണ്ട് പാദം മൂടി എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ട് പറയുക. ദൈവത്തിന്റെ മുഖത്തോട് നോക്കാൻ കഴിയാതെ ആ പരിശുദ്ധിയുടെ മഹത്വം കണ്ട് ആ പാപത്തെ ഒട്ടും അനുവദിക്കാത്ത ഒരു മേശയുടെ പുറത്തൊരു പൊടി ഇരുന്നാൽ അത് കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യാൻ അധികാരമുള്ള, പരമാധികാരമുള്ള ദൈവത്തിന് ട്രെമ്പിൾ ആയിരുന്നുകൊണ്ട് അവര് വർഷിപ്പിക്കുമായിരുന്നു. പക്ഷെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ അവർ കണ്ടിട്ടുള്ളായിരുന്നു. പക്ഷെ ഭൂമിയിലേക്ക് ദൂതന്മാരും ഒരു കുനിഞ്ഞു നോക്കിയൊരു കാര്യം എന്താണ്? ഈ മേഴ്സി എന്ന ഡിസ്പ്ലേ വന്നപ്പോ, അല്ലെ, സഭയെ നോക്കി ദൂതന്മാരെ കുനിഞ്ഞു നോക്കുന്ന എഫെസ്യർ ലേഖനം ദൈവത്തിന് മൾട്ടി ഡയമെൻഷണൽ വിശുദ്ധ വെളിപ്പെട്ടു. അല്ലെ, ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് മൾട്ടി ഡയമെൻഷണൽ വിശുദ്ധ വെളിപ്പെട്ടപ്പോൾ ജസ്റ്റിസും പ്രാപ്തും അല്ലാതൊരു ഡിസ്പ്ലേ, മേഴ്സി എന്ന ഡിസ്പ്ലേ വെളിപ്പെട്ടത് ദൂതന്മാർക്ക് ഒരു അത്ഭുതകരമായിട്ടുള്ള
ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വർഷിപ്പ് ചെയ്യുന്നത്. സ്തോത്രം. ഇവിടെയാണ് നമ്മൾ ഒരു മനുഷ്യന് പ്രശംസ ഇല്ലാതെ തകർന്നു പോകുന്ന വർഷിപ്പ് ചെയ്യുന്ന എലമെന്റിലേക്ക് വരുന്നത്. സ്തോത്രം. ഇനി ഈ ഇലക്ഷനെ നമ്മൾ അടുത്ത ഫസ്റ്റ് ഹാഫ് ആൻ അവർ ഞാൻ ഒരു ഹൈ ലെവൽ വ്യൂ നിങ്ങൾക്ക് തന്നു അല്ലെ ഇലക്ഷനെ സംബന്ധിച്ച്. ഇനി അടുത്ത ഹാഫ് ആൻ അവറിൽ ഈ ഇലക്ഷൻ എങ്ങനെയാണ് സമയത്തിന്റെ അകത്ത് ദൈവം വർക്കൗട്ട് ചെയ്യുന്നുള്ള കാര്യം. സ്തോത്രം. അപ്പൊ ഈ ഇലക്ഷൻ എവിടെ സംഭവിച്ചത്? സകല കാലത്തിന് മുമ്പെയാണ്. നമുക്കറിയാവുന്ന വാക്ക് 73 മുമ്പേ അല്ലേ? സകലം തുടങ്ങുന്നതിന് മുമ്പേ, സമയത്തിന് മുമ്പേ ദൈവം ചെയ്തു ഇത് തീരുമാനിച്ചു. അത് മനുഷ്യൻ നന്നാകുന്ന കണ്ടിട്ടാണോ? ഒരു ഫേവറബിൾ എലമെന്റ് ഇല്ല എന്നുള്ളതാണ് മുമ്പ് സാമ ഓർപ്പിച്ചതുപോലെ മുൻനിർണയത്തിൽ എന്താ സംഭവിച്ചത്? മനുഷ്യൻ തെരഞ്ഞെടുക്കുവോ തെരഞ്ഞെടുക്കില്ലോ എന്ന് കണ്ടിട്ടല്ല തെരഞ്ഞെടുത്തത്. കാരണം അവര് ഫേവറബിൾ എലമെന്റ് അതിലില്ല അല്ലെ? എല്ലാവരും ഗോപഗോത്രമാണ്. അവന്റെ ഫ്രീ വിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ദൈവം ഒഴികെ ബാക്കി എന്തോ അവന് എന്ത് ചെയ്യാം? അവന്റെ തെരഞ്ഞെടുപ്പിലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം തീരുമാനത്തിൽ തന്റെ ഈ പ്രഷർ ഓഫ് ബില്ല് ദൈവം തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ സമയത്തിന്റെ അകത്ത് ഇവരെ തെരഞ്ഞെടുക്കണമെങ്കിൽ ദൈവം ഉപയോഗിക്കുന്ന ടൂളാണ് ഗോസ്പൽ, സുവിശേഷത്തിന്റെ അക്ഷയത വെളിപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷത്തിന്റെ അക്ഷയത വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സമയത്തിന്റെ അകത്ത് ദൈവം ഡിസൈൻ ചെയ്ത കാര്യം എക്സിക്യൂട്ടഡ് ആവുകയും അല്ലെ? നമ്മുടെ ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂഷൻ ഫേസ് എന്ത് ചെയ്യുന്നേ? ആ പ്ലാൻ ചെയ്ത കാര്യം എന്ത് ചെയ്യാണ്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിനു മുമ്പ് ഇതെല്ലാം സംഭവിച്ച പോലെ കിടക്കുക. പക്ഷെങ്കിൽ നമുക്ക് ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ സമയത്തിന് കീഴിൽ നമുക്ക് പരിമിതമായി മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? എന്റെ ഇലക്ഷനെ സംബന്ധിച്ച് ഞാൻ എവിടെ ജനിക്കണമായിരുന്നു, അതിനനുസരിച്ച് ഞാൻ എന്റെ സ്ഥലത്ത് ജനിച്ചു. എന്റെ ഇലക്ഷനെ സംബന്ധിച്ച് ഞാൻ എന്ത് തരം ദൈവിക എൻകൗണ്ടറിലേക്ക് വരണമായിരുന്നു, അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ എനിക്ക് ചുറ്റും ദൈവം തന്നു. എന്റെ ഇലക്ഷൻ അനുസരിച്ച് എന്തൊക്കെ ഫെലോഷിപ്പുകൾ എനിക്ക് ഉണ്ടാകണമായിരുന്നു, ഞാൻ ആറ് മാതാപിതാക്കളിൽ ജനിക്കണമായിരുന്നു, ഞാൻ ഏതൊക്കെ സഭകളിലൂടെ കടന്നു പോകണമായിരുന്നു. സഹോദരൻ, അപ്പം എന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം എന്ത് ചെയ്തു? ഈ സമയത്തിന്റെ അകത്ത് എന്തെല്ലാം പദ്ധതികൾ ചെയ്തു വെച്ചു അല്ലെ? നമ്മളൊരു സിംഗിൾ പ്രൊജക്ട് ചെയ്യാൻ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പദ്ധതി ചെയ്യുന്നെങ്കിൽ എന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന് എന്തെല്ലാം പദ്ധതികൾ ഈ ഭൂമി ചെയ്യണമായിരുന്നു. അപ്പം ഈ നമ്മുടെ എനിക്കിപ്പോ 34 വയസ്സുണ്ട്. ഈ 34 വയസ്സിനുള്ളിൽ എന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുക അല്ലേ? അപ്പം ദൈവത്തിന്റെ പരമാധികാരത്തിനനുസരിച്ച് എന്ത് ചെയ്തു? ഞാൻ എലക്റ്റഡ് ആക്കപ്പെടാൻ വേണ്ടി എന്ത് ചെയ്തു? ദൈവം ഇതെല്ലാം പ്ലാൻ ചെയ്തു. ആ പ്ലാനിന്റെ അകത്ത് ദൈവം വെച്ചൊരു കാര്യമാണ് സുവിശേഷത്തിന്റെ വെളിച്ച വഴിയാണ് എന്ത് ചെയ്യേണ്ടത്? ഇവര് ഇതിലേക്ക് വരേണ്ടത്. അവിടെയാണ് നമ്മള് ഇലക്ഷൻ എന്നുള്ള ദൈവിക കാര്യം നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കുക. ഇതെല്ലാം നമ്മുടെ ബുദ്ധിയിൽ ഇരിപ്പില്ലേ അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്റലക്ച്വൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ദൈവം ഓൾറെഡി ആൾക്കാരെ തെരഞ്ഞെടുത്തല്ലോ, പിന്നെ ഞാൻ എന്തുകൊണ്ട് പോയി സുവിശേഷം പറയണം, കാര്യങ്ങൾ നടത്തണം? ഇതെല്ലാം ദൈവം ഓൾറെഡി തെരഞ്ഞെടുത്തല്ലോ. ഇനി ഞാൻ സുവിശേഷം പറഞ്ഞിട്ട് തെരഞ്ഞെടുക്കപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ ഞാനോട് സുവിശേഷം പറഞ്ഞ കാര്യമുണ്ടോ? ഇതാണ് ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻസ് ദൈവത്തോട് ചോദിക്കുക. ഇതാണ് റോമനൊക്കെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ കഴിയത്തില്ല. അപ്പൊ ലോജിക്കൽ ആൻസർ ഉണ്ട്. എങ്ങനെയാണ് ലോജിക്കൽ ആൻസർ വർക്ക് ചെയ്യുന്നത്? ദൈവത്തിന്റെ തീരുമാനത്തിലാണ് എല്ലാം സംഭവിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ ലോജിക്കൽ ആൻസർ കിട്ടി. പക്ഷെങ്കിൽ ഒരു ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ അകത്ത് ഉത്തരം കിട്ടുന്നത്. അവിടെ നമ്മൾ ഈ ഇലക്ഷനെ ഒരിക്കലും, ഈ ഒരു പോയിന്റ് ആണ് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ഈ സെഷൻ എല്ലാവരും ശ്രദ്ധിക്കണേ. ഇലക്ഷനെ ഒരിക്കലും നമ്മൾ നമ്മുടെ മിഷനുമായിട്ട് കണക്ട് ചെയ്യരുത്. ഇലക്ഷനെ നമ്മൾ കണക്ട് ചെയ്യേണ്ട ഒരൊറ്റ എലമെന്റ് വർഷിപ്പാണ്. ഓക്കെ, ഇലക്ഷനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഷിപ്പിനോട് ബന്ധപ്പെട്ട് മാത്രമാണ്. ഇലക്ഷനെ ഒരിക്കലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടോ നമ്മുടെ മിഷനുമായിട്ട് കണക്ട് ചെയ്യാൻ അപ്പോസ്തലന്മാര് പഠിപ്പിച്ചിട്ടില്ല. അവര് അങ്ങനെ ചെയ്തിട്ടുമില്ല. അപ്പോസ്തലന്മാർ ഇലക്ഷനെ പറ്റി എവിടെ പറഞ്ഞിരുന്നത്? സഭയ്ക്കുള്ള ലേഖനത്തെ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ഒരു സകല ജാതികളിലും എന്ത് ചെയ്യുന്നേ? ഈ സുവിശേഷം പറയുക ചെയ്യണം. ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടും വിവേകത്തോടും നിർത്തേണ്ടതിന് സകല ജ്ഞാനത്തോടും വിവേകത്തോടുകൂടെ പ്രബോധിപ്പിക്കുക. കാരണം അവർക്ക് അറിയത്തില്ല ഇലക്ഷൻ ആരൊക്കെയാണ് എലക്റ്റഡ്, ആരൊക്കെയാണ് നോൺ എലക്റ്റഡ് എന്നുള്ള കാര്യം ദൈവത്തിന്റെ കാഴ്ചയിലേ ഉള്ളൂ. ആ കാഴ്ച നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതിന്റെ അകത്തൊരു ഗ്രിപ്പ് ഘടകം. ഈ ഒരു അറിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ ഇലക്ഷനും നമ്മുടെ മിഷനും തമ്മിൽ ഒരു ഗ്രിപ്പ് ഘടകത്തിനാണ് ഈ അറിവ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മളിലുള്ള അറിവ് എന്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കാവുള്ളൂ? വർഷിപ്പ് ചെയ്യുന്നു. വർഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പിക്ചർ മുഴുവൻ അകത്ത് വരണം. എന്താണ്? ബുദ്ധിയിലല്ല. ബുദ്ധി വന്ന ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻ ആയിട്ട് അതോടെ ഇൻവാലിഡ് ആയി പോകും. എന്റെ വെളിപ്പാടിൽ അത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ മുട്ടുമടങ്ങും. ദൈവമേ, തെരഞ്ഞെടുക്കപ്പെടാത്ത വ്യക്തിയുമായിട്ട് ഞാനൊരു വ്യത്യാസമില്ല. ഞാനും സുവിശേഷം കേട്ടു, അവനും സുവിശേഷം കേട്ടു. ഞാൻ വിശ്വസിച്ചത്
എനിക്കിത് ഈ വിശ്വാസം കാഴ്ചയിൽ തന്നതുകൊണ്ട്, അവനത് കൊടുക്കാത്തത് കൊണ്ട് അവനത് വെളിപ്പെട്ടില്ല. ഒരുപക്ഷെ അവൻ എന്നെക്കാളും മിടുക്കനായിട്ട് ഞാൻ അവനെ കണ്ടിരിക്കും. പക്ഷെ ഇത് വർഷിപ്പിന്റെ അകത്ത് മാത്രം, അല്ലെങ്കിൽ നമ്മൾ തകരാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ നമ്മൾ പ്രശംസ എടുക്കാതിരിക്കാൻ വേണ്ടി മാത്രമേ ലേഖനങ്ങളിൽ ഈ ഇലക്ഷനെ പറ്റിയുള്ള പഠനം കാണുന്നുള്ളൂ. ഒരു സ്ഥലത്തും മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷനെ ദൈവം കാണിക്കുന്നു. പക്ഷെങ്കിൽ യേശു അത് പറഞ്ഞായിട്ട് കാണുന്നുണ്ട്. കാരണം യേശു ദൈവമായതുകൊണ്ട്, അവന് അറിവുള്ളത് കൊണ്ട് കർത്താവ് യോഹന്നാൻ സുവിശേഷം 10 പറയുന്നത്, നിങ്ങൾ എന്റെ ആളുകൾ അല്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. എന്റെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഈ അറിവ് ക്രിസ്തുയേശുവിലുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം ചെയ്തു, ആ പരമാധികാരത്തിൽ ദൈവത്തിന്റെ പിതാവിന് ഇഷ്ടം ചെയ്യാനതിന് ആ രീതിയിൽ. പക്ഷേ അപ്പോസ്തലന്മാർ ആരും എന്ത് ചെയ്തില്ല, നിങ്ങൾ ഇലക്ടഡ് ആക്കപ്പെട്ടില്ല, അവിടെ നിങ്ങളോട് ശിക്ഷ പറഞ്ഞിട്ട് ആരും പറഞ്ഞെടുക്കാണെന്നുണ്ടോ? ഇല്ല. കാരണം അപ്പോസ്തലന്മാരെ ദൈവം ഏൽപ്പിച്ച കാര്യം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 28 18 മുതൽ 20 വരെ. ഇനി അഗ്രിപ്പിലോട്ട് കടക്കുകയാണ്. ആ സുവിശേഷീകരണത്തിലൂടെ എങ്ങനെ ഇത് എക്സിക്യൂട്ടബിൾ ആകുന്നുള്ള കാര്യം. ആ ഓക്കെയും തക്കവണ്ണം. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്താൽ കൊള്ളാന്നാണ് പറഞ്ഞത്. ഓക്കെ. ചൈന ഇല്ല മിഷന്റെ സ്ഥാപനമായിരിക്കാൻ ഹഡ്സൺ ട്രെയിലർ പറഞ്ഞ കാര്യമുണ്ട്. ഇറ്റ്സ് നോട്ട് ആൻ ഓപ്ഷൻ ടു സെലക്ട്, ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ഫ്രം ഗോഡ് ടു ഒബേ. ദൈവത്തിന്റെ കമാൻഡ്മെന്റ്. ഇവിടുത്തെ ഒരു ലോക്കൽ SI ഒരു കമാൻഡ് വന്നാൽ നിങ്ങൾ എത്രത്തോളം ഭയത്തോടെ അത് പോയി ചെയ്യും. അതിന്റെ വരുംവരായികളെ കുറിച്ച് നോക്കാതെ നിങ്ങൾ അതിൻ്റെ അകത്ത് തെറ്റുകാരനാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ അദ്ദേഹം പറഞ്ഞ കമാൻഡ് അനുസരിക്കുമെങ്കിൽ സാക്ഷാൽ സൃഷ്ടാവായിരിക്കുന്ന ദൈവം തന്റെ ഇലക്ഷനെ ഈ ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യുവാൻ നമ്മളോടൊരു ഓപ്ഷൻ അല്ല വന്നിരിക്കും. ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ടു ഒബേ. അത് പിതാവിന്റെ ഒരു കമാൻഡ്മെന്റ്, പരമാധികാരിയുടെ ഒരു കമാൻഡ്മെന്റ് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ഏത് പ്രവൃത്തിയും സകല ഉത്സാഹം കഴിച്ച് എങ്ങനെയും ഈ സുവിശേഷം എല്ലാവരോട് പറയാനായിട്ട് തോന്നത്തുള്ളൂ. അപ്പൊ നമ്മുടെ കണ്ണിൽ കൂടെ നമ്മൾ ആരെ കണ്ടാലും എങ്ങനെ കാണത്തുള്ളൂ? ഇവനും എലക്റ്റഡ് ആണ്, അല്ലെ? അതുകൊണ്ടാണ് പൗലോസിന്റെ സ്റ്റാൻഡ് എന്താണ്? ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടും സകല വിവേകത്തോടും കൂടെ എങ്ങനെയും പ്രബോധിപ്പിച്ച് എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ മരണം ഇതിന്റെ അകത്ത് കിട്ടണം. ഇതാണ് പോരാട്ടം. ഈ സുവിശേഷ മിഷന്റെ അകത്തെ പോരാട്ടം എന്താണ്? നമുക്ക് ഈ കാഴ്ച തന്നിട്ടില്ല. ഇങ്ങനെ ദൈവത്തിന്റെ ഡിസിഷനിൽ കിടക്കുന്ന കാഴ്ച തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾക്ക് മേൽ ഏൽപ്പിച്ചിരുന്ന മിഷൻ എന്താണ്? എങ്ങനെയും ഇത് അനേകരെ മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഇനി അപ്പോസ്തല പ്രവൃത്തി തുടങ്ങുമ്പോൾ അവരെങ്ങനെ തുടങ്ങുന്നു വായിക്കും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് പത്രോസിന്റെ ആദ്യത്തെ പ്രശ്നം, അല്ലെ? അവിടെ 3000 പേര് എലക്റ്റഡ് ആയിട്ടുള്ളവര് രക്ഷിക്കപ്പെട്ടു, അല്ലെ? അപ്പോസ്തല പ്രവൃത്തിയിലെ 2-ല് പത്രോസ് എടുത്തു പറയുന്ന കാര്യം യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞ കാര്യം എന്താണ്? അവനിൽ വിശ്വസിക്കുന്ന, അവന്റെ നാമം വിളിച്ചുപേക്ഷിക്കുന്ന ഏവനും. അപ്പം എലക്റ്റഡ് ആയിട്ടുള്ള ശേഷിപ്പവും. പക്ഷെ അവിടെ പറഞ്ഞ വാക്യം എന്താണ്? അവനിൽ വിശ്വസിക്കുന്ന ഏവനും. വിശേഷം പറയുമ്പോൾ എന്താണ് വാക്ക്? വിശ്വസിക്കുന്ന എല്ലാവരും. സജീവങ്ങളൊന്നും ആഴ്ച പറയാനിടയായിട്ടുള്ളൂ. അടുത്ത ആഴ്ച മുമ്പ് ജോയങ്ങള് തന്റെ ജനത്തിന് വേണ്ടിയാണ് രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പുത്രൻ അയച്ചു കാണുന്നത്. അപ്പൊ രണ്ടും ഒരേ സത്യം നിൽക്കുന്ന എങ്ങനെയാണ്? അതാണ് ഗ്രിപ്പ്. എന്താണ്? വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും എന്നുള്ള സത്യം ഒരു ഗ്രിപ്പും. രണ്ടാമത്തെ ഗ്രിപ്പ് എന്താണ്? തന്റെ ജനത്തിന് വേണ്ടി മാത്രം. ഡെഫിനിറ്റ് അറ്റോൺമെന്റും കൂടെ വരുന്നത്. അത് നമ്മൾ ഇനി കാണാൻ പോവുക. സ്തോത്രം. ഈ 2 ഗ്രിപ്പിലാണ് ഇത് വർക്ക്ഔട്ട് ആകുന്നത്. അത് എവിടെ നിന്നാണ് ആ ഭാഗം എടുത്തതെന്ന് നോക്കാം. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. പത്രോസ് എടുത്ത് ഉച്ചരിക്കുന്ന ഭാഗം യോവേൽ പ്രവചനം 2:32. അന്ത്യകാലത്ത് സകലജനത്തിന് ഓരോ ഭാഗങ്ങളൊക്കെ വായിച്ചിട്ട് 32-ാം വാക്യത്തിൽ എന്നാൽ യഹോവയുടെ നാമം വിളിച്ചുപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അവിടെ നമ്മളെ ഗ്രിപ്പ് കാണാൻ പോവാം. ഏവനും വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്ത പോലെ സിയോൻ പർവ്വതത്തിനും യെരുശലേമിനും ഒരു രക്ഷിത ഗണവും ശേഷിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിക്കുവാനുള്ളവരുടെ കൂട്ടവും ഉണ്ടാകും. അപ്പൊ ഗ്രിപ്പ് കണ്ടോ? വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പക്ഷെങ്കിൽ ആരെ വിശ്വസിക്കാൻ പോകുന്നത്? യഹോവയുടെ രക്ഷിത ഗണത്തിൽ വിളിക്കപ്പെടാനുള്ളവരെ വിശ്വസിക്കത്തുള്ളൂ. അപ്പൊ ഗ്രിപ്പ് മനസ്സിലായി. അങ്ങനെയാണ്. അപ്പൊ സുവിശേഷം പറയുമ്പോൾ എങ്ങനെയാണ്? ഏവരും രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് സുവിശേഷത്തിന്റെ കോളിംഗ്. പക്ഷെങ്കിൽ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യത്തുള്ളൂ? രക്ഷിക്കപ്പെടത്തുള്ളൂ. വിശ്വാസം ആര് കൊടുക്കണം? ദൈവം മുന്നമേ തെരഞ്ഞെടുക്കപ്പെട്ടവര് വിശ്വാസം ദൈവം കൊടുക്കണം, അല്ലെ? മനസ്സിലായ ഗ്രിപ്പ്? ഇനി അപ്പോസ്തല പ്രവൃത്തി. അപ്പൊ ഇത് പറഞ്ഞു തുടങ്ങിയ കാര്യം അവർ ചെയ്യാൻ തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തി 13:47 മുതൽ
ആ ഈ കോളിംഗ് കണ്ടോ, ആ ഒരു മിഷൻ കണ്ടോ, ഭൂമിയുടെ അറ്റത്തോളം ആരൊക്കെ എവിടൊക്കെ എന്തൊക്കെയോ എവിടൊക്കെ പോയാലോ, ആരോടൊക്കെ പറഞ്ഞാലോ അല്ലെ. അതുകൊണ്ട് ആ മിഷനുമായിട്ട് അവർ പോയി എല്ലായിടത്തും പ്രസംഗിച്ചു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. അപ്പം എല്ലാവരും കേട്ടു. ഇനി അടുത്ത വാക്യം എന്താ പറയുന്നേ? നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അപ്പോ മിഷൻ എന്താണ്? ഭൂമിയുടെ അറ്റത്തോളം എന്ന് വെച്ചാൽ എല്ലാവരും. നിനക്ക് മുമ്പിൽ ദൈവിക പരമാധികാരത്തെ പൗലോസിന് പല സ്ഥലത്തും അയച്ചു. ഏഷ്യയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് മക്കതോനിയിലേക്ക് അയച്ചു. അപ്പൊ ദൈവത്തിന്റെ പരമാധികാരത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. കാരണം അപ്പോൾ ഏഷ്യയിൽ ആര് സെലക്ടറായിട്ടില്ലായിരിക്കും പൗലോസ് രക്ഷിപ്പെടാൻ. പക്ഷെ മക്കതോനിയൻ ആൾക്കാർ ലേറ്റഡായിട്ടുണ്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ. അപ്പൊ എന്ത് ചെയ്തു? ഏഷ്യയിലേക്ക് അയക്കുന്നതിന് പകരം മക്കതോനിയയിലേക്ക് അയച്ചു. അപ്പൊ പല സ്ഥലങ്ങളിൽ ദൈവം എന്ത് ചെയ്യുന്നു? തന്റെ പരമാധികാരത്തിൽ തന്റെ പദ്ധതി എന്താണ്? തന്റെ പദ്ധതിക്കനുസരിച്ച് അല്ലെ ആ ഷണ്ണനെ രക്ഷിക്കപ്പെടാൻ വേണ്ടി ഒരുത്തിനെ എന്ത് ചെയ്തു? വളരെ സ്പീഡില് ഫിലിപ്പോസിനെ ശമരിയിലേക്ക് അയച്ചു. അങ്ങനെ തന്നെ അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ അടുത്ത സ്ഥലത്തേക്ക് വേഗം. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് എന്ത് ചെയ്യാണ്? ദൈവം ഏൽപ്പിക്കുന്നതിലേക്ക് സുവിശേഷം എത്തിക്കാൻ വേണ്ടി അയക്കുകയാണ്. അഗ്രിപ്പ ഇങ്ങനെ വെളിപ്പെടുന്നത് ജാതികൾ എല്ലാവരും സുവിശേഷം കേട്ടു. പക്ഷെ വിശ്വസിച്ചവരാരാണ്? The one who are already ordained for eternity. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ മാത്രം വിശ്വസിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോസ്തലപ്രവൃത്തി 11:17. വിശ്വസിച്ചവരായ പോലെ അതേ കാലത്തെ അവർക്ക് ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടവാനുള്ള ജ്ഞാനം കേട്ടുവിട്ടാതെയിരുന്നു. അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം. അപ്പൊ കൊർന്നേലിയോസിന്റെ ഭവനമായിട്ട് ബന്ധം, അവന്റെ രക്ഷയുടെ ബന്ധപ്പെട്ട് ദൈവം ചെയ്തൊരു കാര്യമാണ്. ഇപ്പം ഇത് ഇങ്ങനെ ഞാൻ പറയാനുള്ള കാര്യം, ഇപ്പൊ വില്യം കയറി ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് ബുദ്ധി മനസ്സിലാക്കി പറയുമ്പോഴുണ്ടായിരുന്നു. പല ഇസങ്ങൾ പഠിച്ചിട്ട് ഇത് ബുദ്ധി കിടക്കുക. ദൈവം ഇന്ത്യക്കാരെ രക്ഷിക്കപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ രക്ഷിച്ചോളൂ. നീ പോകേണ്ട കാര്യമുണ്ടോ എന്നാണ് വില്യം കയറിയോട് ചോദിച്ചത്. കാരണം ഇത് ബുദ്ധി മനസ്സിലാക്കിയതേ വർക്കാവത്തുള്ളൂ. ഇന്റലക്ച്വൽ ലെവലിൽ ചുരുക്കി മനസ്സിലാക്കിയത് ഇലക്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഷിപ്പ് ചെയ്യാനും ദൈവത്തിന് പ്രശംസ കൊടുക്കാനും മാത്രമാണ്. മിഷനുമായിട്ട് ദൈവം അപ്പോസ്തലന്മാരെയോ നമ്മുടെ കഴിഞ്ഞ കാല ചരിത്രങ്ങളിൽ ആരും നിയമിക്കില്ല. ഇന്ത്യ കയറി വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും അല്ലെ? ഇന്ത്യയുടെ ആദ്യകാല സുവിശേഷീകരണത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക്. അപ്പം ഇതുപോലെ പത്രോസ് പറയുകയാണ്, ദൈവത്തിന് ഇഷ്ടമാണ് ഇവർക്ക് ഇത് വെളിപ്പെടുത്താൻ. ഇപ്പൊ ഞാൻ ചിന്തിക്കുക, ദൈവത്തിന് ഇഷ്ടം ഇപ്പൊ ജാതിയുടെ അടുത്തോട്ട് പോകണമെന്ന് ഞാൻ എന്നെ തന്നെ പരിമിതപ്പെടുത്തിയാൽ ദൈവത്തിന് ഇലക്റ്റഡ് ആയിട്ടുള്ളവരെ വിശ്വസിക്കത്തുള്ളല്ലോ, നോൺ ഇലക്റ്റഡ് ആയിട്ടുള്ളവർ ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും വിശ്വസിക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആരാണ് ഇതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടത്തെ പരിമിതപ്പെടുത്താൻ? നമുക്ക് ദൈവം ഇതാണ് തന്നതുപോലെ അവർക്കും കൊടുക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ല. അപ്പൊ ദൈവത്തിന്റെ പരമാധികാരത്തിലേക്ക് കയറുക. ഏത് വഴി? അവരോട് എല്ലാവരും ശിക്ഷണം പറയുവാൻ. എന്നാൽ നിത്യജീവനെ നിയമിക്കപ്പെട്ടവർ മാത്രം വിശ്വസിക്കുന്ന ഔട്ട്പുട്ട് നിലനിൽക്കെ തന്നെ മിഷന്റെ അകത്തേക്ക് അവര് ഇടപെടുകയും അവിടെയാണ് നമ്മൾ രാവിലെ കേട്ടതുപോലെ എന്താണ് നമ്മുടെ ആ ദൈവത്തിന്റെ വർക്കിന്റെ ഫുൾഫിൽമെന്റിലേക്ക് ചെയ്യുക. നമ്മുടെ റെസ്പോൺസിബിലിറ്റി വഴിയാണ് ദൈവം ഇത് ചെയ്തെടുക്കുന്നത്. ഒരു വാക്യം, ഒത്തിരി വാക്യങ്ങളുണ്ട് അപ്പോസ്തലപ്രവൃത്തിയിൽ 16:13-14. അപ്പോസ്തലപ്രവൃത്തി 16:13 അമേരിക്കൻ മുഴുവൻ ഇത് അവസാനം. ഓക്കെ, അപ്പൊ പുഴവക്കത്തേക്ക് പോകുമ്പോൾ പൗലോസിന്റെ കാഴ്ച എന്താണ്? ഏത് സ്ത്രീകളെയും, അതാണ് ചോദ്യം. വിശ്വസിക്കുന്ന ഏവനും, അതാണ് ഫസ്റ്റ് ഗ്രിപ്പ്. പക്ഷെങ്കിൽ അടുത്ത വാക്യത്തിൽ വരുമ്പോൾ സെക്കൻഡ് ഗ്രിപ്പ് വരുന്നത് എന്താണ്? ദൈവ ഹൃദയം ആരെ തുറന്നുള്ളത്? ലിഡിയയുടെ ഹൃദയം തുറന്നുള്ളത്. അപ്പം നിയമിക്കപ്പെട്ടവരെ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷെങ്കിൽ മിഷൻ എങ്ങനെയാ പോകുന്നത്? ഇനി എന്തുകൊണ്ടാണ്? അപ്പൊ അത് ആ ഗ്രിപ്പ് പിടികിട്ടിയല്ലോ. നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഇലക്ഷൻ നമ്മൾ എപ്പോഴും വർഷിപ്പുമായിട്ട് കണക്ട് ചെയ്യാവുള്ളൂ. നമ്മുടെ പേഴ്സണൽ ലൈഫോടെ കണക്ട്. നമ്മൾ കർത്താവിനെ മനസ്സിലാക്കാൻ മിഷനുമായിട്ട് കണക്ട് ചെയ്യും. മിഷനുമായിട്ടുള്ള കാഴ്ച എന്താണ്? വിശ്വസിക്കുന്ന ഏവരും രക്ഷിക്കും. പക്ഷെ വിശ്വാസം കൊടുത്താലേ രക്ഷിക്കപ്പെടത്തുള്ളൂ. ഒരിക്കലും നമ്മൾ കണ്ടതുപോലെ ദൈവം അങ്ങോട്ട് കാഴ്ച കൊടുത്താലേ കാണാൻ പറ്റത്തുള്ളൂ. അന്നേരം നമ്മൾ കാണുന്നതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന കേൾക്കത്തില്ല. നമുക്ക് കാഴ്ച വന്നെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ വിശ്വാസം ദൈവം കൊടുത്താലേ. അതുകൊണ്ട് ദൈവം ചെയ്തു ഇതിന്റെ അകത്ത് എല്ലാവരോടും സുവിശേഷം പറയാൻ ദൈവം അപ്പോയിന്റ് ചെയ്തു. ഇനി എന്റെ അകത്ത് ചോദ്യം, എന്തുകൊണ്ട് നോൺ ഇലക്ടഡ് സുവിശേഷം കേൾക്കുന്നു? അല്ല, അങ്ങനെ ചോദ്യം വരാം അല്ലെ? ഇലക്ടഡ് മാത്രമേ വിശ്വസിക്കുന്നുള്ളെങ്കിൽ നിത്യജീവനെ നിയമിക്കപ്പെട്ട വിശ്വസിക്കുന്നുള്ളൂ, അവരോട് മാത്രം ദൈവം അപ്പോയിന്റ് ചെയ്ത പോലെ എന്തുകൊണ്ട് അല്ലെ?
ഈ പല രീതിയിൽ ദൈവം അപ്പോയിന്റ് ചെയ്യുക. എന്നെ വ്യക്തിയോട് പ്രത്യേകമായ ശിക്ഷണം പറയാൻ ദൈവം അപ്പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ട്രാക്ട് കൊടുക്കാനോ എന്നോട് പറയാം. അതെങ്ങനെ അപ്പോസ്തലന്മാർ രണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഷണ്ണനോട് ശിക്ഷണം പറഞ്ഞ ഫിലിപ്പോസിനെ പോലെ ഇവിടെ എല്ലാ സ്ത്രീകളോടും ആ ഒഴിവാക്കി നിന്നുകൊണ്ട് ഒരു ചെറിയ കൺവെൻഷൻ നടത്തുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ആരെയാണ് രക്ഷിക്കപ്പെടാൻ പോകുന്നതെന്ന് അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ദൈവത്തിന്റെ മിഷൻ മാത്രമാണ് അവരുടെ മനസ്സിൽ നിന്നത്. ആ കമാൻഡ്മെന്റ് സകല ജാതികളോട് പോയി. അപ്പം പക്ഷെ മറ്റുള്ളവര് സുവിശേഷം കേൾക്കാതിരിക്കുന്നത് വഴി നമ്മൾ രാവിലെ കേട്ട മെസ്സേജ് എന്താണ്? ദൈവത്തിന്റെ പല പദ്ധതികളും സുവിശേഷം കേൾക്കാത്തതിലൂടെ ദൈവം ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യും. അതെ, അറിവുന്നുണ്ട്. ഇനി സുവിശേഷം കേൾക്കാത്തവരിൽ ഇത് വർക്ക് ചെയ്യുന്നത് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 2:15-16. അതെ, വായിക്കാവോ? 15-16. എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്നെ വിജ്ഞാനത്തിന്റെ വാസന ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചുപോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന്റെ വാസിയാണ്. അപ്പൊ തീത്തോസിനെ കാണാഞ്ഞിട്ട് ത്രോവാസിൽ ഒരു സുവിശേഷയുടെ വഴി തുറന്നപ്പോൾ കിട്ടിയപ്പോ അവിടെ ദൈവത്തിന്റെ ഗൈഡൻസ് അനുസരിച്ച് എന്ത് ചെയ്യണം? അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പൊ പൗലോസിന്റെ മനസ്സിൽ എന്താണ് ചെയ്യുന്നത്? ഞങ്ങളെ ദൈവം എന്ത് ചെയ്യാണ്? എപ്പോഴും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് ക്രിസ്തുവിന്റെ വാസന വെളിപ്പെടുത്തുകയാണ്. എലക്റ്റഡ് ആയിട്ടുള്ളവർക്ക് എന്താണ് ആ വാസന? ലൈഫ് ടു ലൈഫ്, ജീവനിൽ നിന്നും ജീവനിലേക്കുള്ള വാസന. പക്ഷെ നോൺ എലക്റ്റഡ് ആയിട്ടുള്ളവർക്ക് ആ സുവിശേഷനായിട്ട് വർക്ക് ചെയ്യുന്നത് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന. അത് ഒരേ അരോമ. സുവിശേഷത്തിന്റെ ആ നല്ല വാർത്ത, ആ വാക്തത്വത്തിന്റെ നല്ല വാർത്ത ഇലക്റ്റഡ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യുകയാണ്? അവർക്ക് ജീവൻ കിട്ടുകയാണ്. കാരണം അവര് ഓടേണ്ടാണ്, അവർക്ക് ദൈവ വിശ്വാസം കൊടുക്കുന്ന വഴി അവർക്ക് ജീവൻ കിട്ടുകയാണ്. പക്ഷെങ്കിൽ മറ്റവർക്ക് എന്താണ്? ഈ അതേ വാർത്ത കിട്ടിക്കൊണ്ടേയിരിക്കണം. സ്വഭാവം കൂടുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. പൗലോസ് ചിന്തിക്കുന്നത് എന്താണ്? ഇത് രണ്ടിലൂടെ എന്താ ചെയ്യുന്നത്? ദൈവത്തെ മഹത്വം വെളിപ്പെടുത്തുന്നത്. ഒന്ന്, ദൈവം ഇലക്റ്റഡ് ആൾക്കാർക്ക് വേണ്ടി ജീവനിൽ നിന്ന് ജീവനേക്കുള്ള വാസന വെളിപ്പെടുത്തുമ്പോൾ ഞാനെങ്ങനെ അനുഭവിക്കുന്നത്? ആരും രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പോലും ഞാൻ ദൈവത്തിന്റെ അടുത്ത ജസ്റ്റിസ്, നീതി വെളിപ്പെടുത്താനുള്ള എത്ര മനോഹരമായിട്ടാണ് ആ സുവിശേഷത്തിന്റെ ഫലം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളെ ഏൽപ്പിച്ചിട്ട് കാര്യം എന്താണ്? ജീവന്റെ അവകാശികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുവിശേഷം പറയാറുള്ളൂ. പക്ഷെ ദൈവം മഹത്വം എടുക്കുന്നത് എങ്ങനെയാണ്? 2 ഗ്രൂപ്പ് വഴിയാണ് മഹത്വം എടുക്കുന്നത്, അല്ലെ? ഒരു വാക്യം 2 കൊരിന്ത്യർ 4:2-3. മൂന്ന് വായിച്ചു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം അപ്പം മറിഞ്ഞിരിക്കുന്ന കൂട്ടവർക്കുണ്ട്. എന്തുകൊണ്ടാണ്? അവർ നശിക്കാനുള്ളവരുടെ ജനത്തിലായതുകൊണ്ട് അവരുടെ കോപം അവർ ചരതിച്ചു വെക്കും. അവർക്ക് കൂടുതൽ കോപം ചരതിച്ചു വെക്കും. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ ജസ്റ്റിസ് വെളിപ്പെടാൻ വേണ്ടി. അപ്പൊ ദൈവത്തിന്റെ ജസ്റ്റിസ് എന്ന ദൈവ മഹത്വത്തിലേക്ക് വേണ്ടിയാണ് അവർ കൂടുതൽ കോപം ചരതിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. എന്ത്? അവർ നശിക്കാനുള്ളവരെന്നുള്ള ആ ദൈവിക പദ്ധതിയെ അവർ കൂടുതൽ കാണിക്കുകയോ ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഞങ്ങളുടെ സുവിശേഷം അനേകർക്ക് ജീവനാകുമ്പോൾ തന്നെ അനേകർക്ക് നാശത്തിലേക്കാണ് കാരണമായിട്ടുള്ളത്. ചിലർക്ക് ഇത് ഇടച്ചക്കല്ലാണ്. അത് അപ്പോസ്തലർ 2 പറയുന്നത്. എല്ലാ വാക്യങ്ങളും പറയാൻ പോകുന്നില്ല. ചിലർക്ക് ഇത് ശ്രേഷ്ഠപരമായ മൂലക്കൽ ആണ്, ചിലർക്കിത് തടങ്ങൽ പാറയും ഇടർച്ചക്കല്ലുമാണ്. അവരിത് തട്ടി വീഴത്തെയോ. ഈ സുവിശേഷത്തിന് മുമ്പിൽ നമ്മൾ ആരാകാണമായിരുന്നു? തട്ടി വീഴേണ്ടവരായിരുന്നു. പക്ഷെങ്കിൽ ദൈവം ചെയ്തു അതിന്റെ അകത്ത് ജീവനിലും ജീവനേക്കുള്ള വാസനയായിട്ട് നമുക്ക് തന്നു. മറ്റുള്ളവർക്ക് ഇത് തട്ടി വീണ് കൂടുതൽ നാശത്തിന് പാത്രമായി തീരാനുള്ള ഭാഗമാക്കി തീർത്തു. ഇത് രണ്ടും വഴി ദൈവത്തിന്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തിന് തന്നെ മഹത്വം കൊടുക്കുക. സോളാ ഡി ഗ്ലോറി, ദൈവത്തിന് മഹത്വം മാത്രം. സ്തോത്രം. ഫിലിപ്പിയർ 1:28. ഓരടിക്കുന്നുണ്ടോ പല വാക്യങ്ങൾ പോകുന്നത്? 1:28. അപ്പൊ ഈ പ്രതികൂലം ഉണ്ടാകുന്നതിന്റെ എന്താണ്? ഇത് അവരുടെ നാശത്തിനും അവർ സുവിശേഷം ഒരു അടയാളമായിട്ട് വെച്ചേക്കുന്നു. എന്ത്? പലർക്കിത് നാശത്തിന് അടയാളം, നമുക്കിത് രക്ഷയ്ക്ക് അടയാളം. ഞാൻ ഈ വാക്യങ്ങൾ പറയുന്നത് നോട്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ. അത് സുവിശേഷം 2 രീതിയിൽ ഇത് വെളിപ്പെടുത്തുന്നത്. ഒന്ന് അവരുടെ നാശത്തിന്. അപ്പൊ രണ്ടും സംഭവിച്ചാലും ദൈവത്തിന് മഹത്വത്തിലേക്ക് പോകത്തുള്ളൂ. രാവിലെ കേട്ട പോലെ എന്ത് ചെയ്താലും എന്തേ ചെയ്യത്തുള്ളൂ? ഈ മഹത്വത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ ഒരു കാര്യം ആദ്യം ദൈവം തീരുമാനിച്ചു, എന്റെ മഹത്വത്തിന് വേണ്ടി എന്ത് ചെയ്യണം.
അപ്പൊ അതിനകത്ത് ഇതിനകത്ത് പല സെപ്പറേഷൻസ്, ഇലക്ടഡും നോൺ ഇലക്ടഡും എന്ന ഒരു ജീവനും ഒരു നാശവും ആ മഹത്വത്തിലേക്ക് ദൈവം ഇത് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. സ്തോത്രം. ഇനി നമുക്കറിയാം എന്തുകൊണ്ട് ഈ സുവിശേഷം പറയണമെന്നുള്ളത്, അല്ലെ? സുവിശേഷം ഇല്ലാതെ ദൈവത്തിന് രക്ഷിക്കപ്പെടുത്താൻ കഴിയുമോ? ഇല്ല. അതാണ് റോമാലേഖനം 10:13-14. ഇപ്പൊ ദൈവം എല്ലാം തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റാത്ത ഒരു വാക്യമാണ് റോമാലേഖനം 10:13-14. അതെ, ഏവനും കണ്ടോ, അവിടെ തുടങ്ങുന്ന വാക്യം എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് എന്ത് ചെയ്യണം? വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ. പക്ഷെങ്കിൽ അതിന്റെ അകത്തെ ത്രെഡ് എന്താണ്? അവിടെ ഗ്രിപ്പ് വരുന്നത് എന്താണ്? എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അപ്പൊ ദൈവത്തിന്റെ പദ്ധതി തുടങ്ങിയിട്ട് നമ്മളിലേക്ക് അത് എത്തി, അല്ലെ? ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ആ വാക്യം ചോദ്യങ്ങൾ അവിടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൊണ്ടെത്തിച്ചു. വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കുക എങ്ങനെ കേൾക്കും? അപ്പം അവര് കേട്ടെങ്കിലേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഈ പർപ്പസ് നടക്കത്തുള്ളൂ. പ്രസംഗിക്കാൻ ആളില്ലാതെ, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവർക്കാൽ എത്ര മനോഹരം. എന്തുകൊണ്ടാണ് മനോഹരം? ഈ പദ്ധതി അവര് ഫുൾഫിൽ ചെയ്യുക, അല്ലെ? ഓൾറെഡി ഡിസൈൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ പടമൊക്കെ വരച്ചിട്ടുണ്ട്, അല്ലെ? ഡോട്ട്സ് കണക്ട് ചെയ്ത് പടം വരച്ചിട്ടുണ്ട്. നമ്മൾ വരയ്ക്കുമ്പോൾ അറിയത്തില്ല ഇത് എന്താ ചെയ്തത്. പക്ഷെ ഓരോ ഡോട്ട് കണക്ട് ചെയ്യുമ്പോഴും അതൊരു പിക്ചറിന്റെ ഫുൾഫിൽമെന്റ് വരിക. അപ്പൊ ആ ഡോട്ട് ഡിസൈൻ ചെയ്ത ആൾക്കാർക്ക് എന്ത് ഒരു ബട്ടർഫ്ലൈയുടെ പടമാണ്, പക്ഷെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും, വിശേഷം പറയുന്ന ആൾക്കാർ അറിയത്തില്ല എങ്ങനെ വ്യക്തിയാണ് പോകുന്നത്. പക്ഷെ ദൈവം ആ ഡോട്ട് കണക്ട് ചെയ്യുക. ചിലർക്കത് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന, ചിലർക്കിത് കൂടുതൽ കാണത്തിൽ നിന്നും മാസത്തിൽ. അപ്പൊ ദൈവം ഡിസൈൻ ചെയ്ത കാര്യം, ഗോഡ് സ്റ്റോറി എങ്ങനെ വെളിപ്പെടുത്തണം എന്നുള്ളത് സുവിശേഷം വഴി ദൈവം ഇത് കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് എല്ലാ ജനറേഷനിലും ദൈവം ഇത് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. സ്തോത്രം. നമ്മളോട് എന്തേ കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ? 2-ൽ നിന്ന് 3 കണക്ട് ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. 3-ൽ നിന്ന് എന്തേ കണക്ട് ചെയ്യാവുള്ളൂ? 4 കണക്ട് ചെയ്യാവുള്ളൂ. അപ്പൊ ത്രോവാസ് വിട്ടിട്ട് മക്കതോനിക്ക് പോയി, യേശു വിട്ടിട്ട് അവിടെ പോയി. അപ്പം പരിശുദ്ധാത്മാവ് അയക്കുന്നതനുസരിച്ച് പോകുന്നു. അവിടെ പുഴുവക്കത്ത് സ്ത്രീകളെ കാണുന്നു, എല്ലാവരും സുവിശേഷം പറയുന്നു. അറിയത്തില്ല, കമാൻഡ്മെന്റ് കിടക്കുക, നിർബന്ധമായിട്ട് കിടക്കുക. സുവിശേഷം എന്റെ മേൽ നിർബന്ധമായിട്ട് കിടക്കുക. അത് ഈ കാഴ്ച, ഇലക്ഷന്റെ കാഴ്ച കൊടുക്കാത്തത് കൊണ്ട് നിർബന്ധം ഉറവെ കിടക്കുന്നുണ്ട് എല്ലാവരും പറയും. പക്ഷെങ്കിൽ കേട്ടവരിൽ ഒരാളെ, അല്ലെങ്കിൽ 10 പേരെ, അല്ലെങ്കിൽ 3000 പേരെ നിത്യജീവനെ നിയമിക്കപ്പെട്ടവരുണ്ട്. ബാക്കി എല്ലാവർക്കും എന്താണ്? നാശത്തിന്റെ അടയാളമായിട്ട്. അതുകൊണ്ട് ദൈവം അതിനെ അങ്ങനെ കണക്ട് ചെയ്യുക ചെയ്യുന്നു. സ്തോത്രം. അവസാനമായിട്ട് ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ നോൺ ഇലക്ടഡിനെ സംബന്ധിച്ചാണ് ക്വസ്റ്റ്യൻ ആവും, അല്ലെ? അതെങ്ങനെയാണ്? ദൈവം എന്തുകൊണ്ടാണ് അവരെ രക്ഷിക്കപ്പെടുത്താത്തത്? ദൈവത്തിന് ഇഷ്ടമില്ലേ? ഇവരെല്ലാം ദൈവത്തിന് കോപത്തിൽ, ഇപ്പൊ നമ്മൾ കണ്ടത് അവർക്ക് നാശത്തിന് അടയാളോ സുവിശേഷം. എന്തുകൊണ്ടാണ് ദൈവം അവരെ അങ്ങനെ വെച്ചിരിക്കുന്നത്? അവിടെയാണ് നമുക്ക് പല ഉത്തരങ്ങളും കിട്ടാത്തൊരു മേഖല കാണുന്നുണ്ട്. സ്തോത്രം. സാമൂഹിക വാക്യം വായിച്ചു, ഒന്നുകൂടെ വായിക്കാം. മത്തായി സുവിശേഷം 23:37. അപ്പൊ ഇവരെല്ലാവരും കാര്യത്തിൽ പോകുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തിന് എല്ലാവരും രക്ഷിക്കപ്പെടാൻ ഇഷ്ടം. ദൈവത്തിന് ഇച്ഛയിൽ എല്ലാവരും രക്ഷപ്പെടണമെന്ന് ഇഷ്ടം. പക്ഷെങ്കിൽ ദൈവം തീരുമാനം എടുക്കുമ്പോൾ അത് ചെയ്യുന്നില്ല. അത് നമ്മുടെ ബുദ്ധിയിലെത്താത്തൊരു കാര്യം. അങ്ങനെ ഒരു 4-5 വാക്യങ്ങൾ ബൈബിളിലുണ്ട്. ഈ ഡോക്ടറിനെ എതിർക്കുന്ന 4-5 വാക്യങ്ങൾ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. ഡോക്ടറെ വാക്യങ്ങളല്ല, ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവത്തിന് എല്ലാവരും രക്ഷിക്കപ്പെടാൻ ഇഷ്ടമുണ്ടല്ലോ, എന്നിട്ടും അവരുടെ ടീവിൽ ഒന്ന് വായിച്ചോ എല്ലാം അവിടെ എല്ലാം 5:8 വായിച്ചോ. അതെ 2-ലുണ്ട്. നിങ്ങൾ വാക്യം വായിക്കണമെങ്കിൽ ഞാൻ പറയാം. 1 തിമോഥെയോസ് 2:4 സ്വാമി ഓർപ്പിച്ചു. 1 തിമോഥെയോസ് 2:4. അതെ, ഈ അധികാരികന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു ഭാഗത്ത് കർത്താവ് പറയുകയാണ്, അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഓർക്കും ഈ അധികാരസ്ഥന്മാർ രക്ഷിക്കപ്പെടത്തിന് ഓർത്ത് അവർ പ്രാർത്ഥിക്കാറില്ല. പക്ഷേ അത് കാരണം നമ്മൾ ഓർക്കുന്ന അവിടെ ഭയങ്കര ക്രൂരന്മാരാണ്, അവർ രക്ഷിക്കപ്പെടത്തില്ല, അവർ അധികാരസ്ഥന്മാരാണ്, അധികാരം നോക്കിയാണ് അവർ രക്ഷിക്കപ്പെടും. അവിടെ പറഞ്ഞ ശ്രദ്ധ എന്താണ്? ദൈവത്തിന് ഇഷ്ടം എന്താണ്? എല്ലാവരും രക്ഷിക്കണം. ദൈവത്തിന് ഇഷ്ടം ഇച്ഛയാണ്. ഇവരെല്ലാവരും നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് ദൈവം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെങ്കിൽ
ആ ഇച്ഛ നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന് എന്ത് ചെയ്യാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ദൈവം തീരുമാനം എടുക്കുമ്പോൾ ഇതിന്റെ അകത്ത് എലക്റ്റഡും നോൺ എലക്റ്റഡും ഉണ്ട്. ആ കൈവയ്ക്കും. അവിടെ സകലര് പറയുന്നത് ഇലക്ടഡ്. കാരണം ക്രിസ്തുവിലുള്ളവരെ പറ്റി അവിടെ പറയുന്നത് എല്ലാവരും അത് വാക്യം വായിച്ചു വരുമ്പോൾ ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. അപ്പൊ ക്രിസ്തുവിലുള്ളവരെ പറ്റില്ല. ആ എല്ലാവരും എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ളവരാണ്. അതെ, അല്ല ക്രിസ്തുവിൽ ജനിക്കണം. അതെ അതെ, ആദാമിൽ എല്ലാവരും എങ്ങനെയാ ആകുന്നത്? ജനനം വഴിയാണ്. ഞാൻ എങ്ങനെ ആദാമിലായത്? എന്റെ അപ്പനും അമ്മയും വഴി ഞാൻ ജനിച്ചത് കൊണ്ടാണ്. ക്രിസ്തുവിൽ എല്ലാവരും എങ്ങനെ ആകുന്നത്? ക്രിസ്തുവിൽ ജനിക്കുന്ന വഴിയാണ്. ആ വീണ്ടും ജനനത്തിലൂടെ ക്രിസ്തുവിലാകത്തുള്ളൂ. അല്ലെങ്കിൽ പിതാവ് നിത്യതയും ക്രിസ്തുവിൽ എന്നെ ആക്കിയത് കൊണ്ടാണ് ഞാനത് ക്രിസ്തുവിലായത്. അപ്പൊ അവരെല്ലാവരെയും പറ്റി പറയും. ഇപ്പൊ എല്ലാവരും എന്നുള്ള പദം ബൈബിളിലും ഉപയോഗിക്കുന്നത് ആ ഭാഷ നമ്മൾ മനസ്സിലാക്കണം. അത് ലോകത്തിലുള്ള എല്ലാവരും എന്നുള്ളവരല്ല, എലക്റ്റഡ് എല്ലാവരും. ഇപ്പൊ ഞാൻ പറയാണ് ഈ സഭയിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ എല്ലാവരും എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും. ഒന്ന് വായിച്ചു, 1 യോഹന്നാൻ 2:2 വായിച്ചു. അതെ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. അപ്പം അവരെ അഡ്രസ് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്? നമ്മുടെ യഹൂദന്മാർക്ക് അപ്പുറത്തേക്ക് പോകുന്ന എല്ലാവരും. അപ്പം നമ്മുടേതിന് മാത്രമല്ലെന്ന് യോഹന്നാൻ പഠിപ്പിച്ചു വരുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. എന്താണ് നമ്മൾ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, എന്താണ് സർവ്വലോകത്ത്. അവിടെ പറയുന്ന എല്ലാവരും എന്താണ്? ദൈവത്തിന്റെ ഇലക്ഷനിലുള്ള എല്ലാവരും എന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ ആ ക്രൂശീകരണം ബോയിഡായിപ്പോയി അല്ലേ? അല്ലെങ്കിൽ അവരെല്ലാം ശിക്ഷിക്കപ്പെടേണ്ടി വന്നേ. കാരണം അവരുടെ പാപം പേയ്മെന്റ് ആയി പോയത് കൊണ്ട് അവരെ പിന്നെ ശിക്ഷിക്കാൻ കഴിയത്തില്ല, എല്ലാവരും ആണെങ്കിൽ അല്ലേ? ആ ഡെഫിനിറ്റ് അപ്പോയിന്റ്മെന്റ് അവിടെ കാണുന്നു. സ്തോത്രം. വിശ്വസിക്കുന്ന, പക്ഷെ ഏവരും, അതെ, ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള വിശ്വസിക്കുന്ന ഏവനും. അവിടെ എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഏവനും എന്നുള്ള പദത്തിന്റെ അടിയിൽ പറഞ്ഞു. ഓക്കെ, ഞാൻ നിർത്താം, ഈ ടോപ്പിക് അവിടെ നിർത്താം. ഓക്കെ, തീത്തോസ് 2:11 വായിച്ചു. അവിടെ അവിടെ പറയുന്ന സകല മനുഷ്യരും ആരാണ്? തൊട്ടുമുമ്പത്തെ വാക്യത്തിൽ യൗവനക്കാര്, വൃദ്ധന്മാര്, വൃദ്ധമതികള്, ഇങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷാകരമായ കാര്യം ചെയ്യും. അപ്പൊ ബൈബിളിലെ വാക്യം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ത്രെഡിനോട് ചേർത്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ അകത്ത് എല്ലാവരെയും എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ആ ലേഖനകാരം എയിം ചെയ്യുന്ന ആൾക്കാരാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു നിർത്താൻ പറഞ്ഞ കാര്യം, ഇവരെ ആരും നശിച്ചു പോകണം ദൈവത്തിന് ഇച്ഛയിലില്ല. ദൈവം ആഗ്രഹിക്കും എല്ലാവരും രക്ഷപ്പെടണം. പത്രോസിന്റെ 2 പത്രോസ് 3:9 അത് അവസാനത്തെ വാക്യമാണ് ഞാൻ പറയുന്നത്. 2 പത്രോസ് 3:9 ആരും നശിച്ചു പോവാതെ. അപ്പൊ ഈ ഭാഗത്തെ പറ്റി 2 രീതിയിൽ സംസാരിക്കുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും എന്ന് പറയുന്നുണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാവരും. ഈ 2 രീതിയിൽ ചിന്തിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന് എല്ലാവരും രക്ഷപ്പെടുന്ന ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ അതിനനുസരിച്ച് ദൈവത്തിന് എല്ലാവരും രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. അതാ എന്ന് വെച്ചാൽ ദൈവത്തിന് എല്ലാവരും രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം എന്താണ്? ജസ്റ്റിസ് എന്ന കാര്യം ദൈവം വെളിപ്പെടുത്തണമെങ്കിൽ അവിടെ എല്ലാവരും രക്ഷപ്പെടാൻ പാടില്ല. ദൈവത്തിനെല്ലാം ഇച്ഛയുണ്ടെങ്കിലും ദൈവം തന്നെ തീരുമാനം എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? 2 വഴി ദൈവം തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന്റെ ഗോഡ്സ് മഹത്വം വെളിപ്പെടുത്താം. 1 പാപത്തെ ശിക്ഷിക്കുന്നത് വഴിയും, 2 മേഴ്സി കാണിക്കുന്ന വഴിയും. അപ്പൊ ദൈവത്തിന് ഇച്ഛ ഉണ്ടെങ്കിലും തീരുമാനത്തിലേക്ക് ദൈവം വരുമ്പോൾ എന്താ കാണുന്നത്? അതങ്ങനെ ക്ലിയർ ആയിട്ട് പറയുന്ന വാക്യങ്ങളില്ലെങ്കിലും ഹോൾ ഡോക്ട്രിൻ ആശയം നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഇന്റലക്ച്വലി ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം, പക്ഷെ ലോജിക്കലി ഈ റിവലേഷൻ അനുസരിച്ച്, വെളിപ്പാട് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ? ദൈവം ആരും നശിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ദൈവത്തിന് എല്ലാവരെയും രക്ഷിക്കാൻ കഴിയത്തില്ല. അവിടെ തീരുമാനം ദൈവം എടുക്കേണ്ടതുണ്ട്, സെപ്പറേഷൻ കാണിക്കേണ്ടതുണ്ട്. അവിടെ എല്ലാവരും നാശത്തിലേക്ക് വിടാമായിരുന്നു. പക്ഷെ ഇതിനകത്ത് അത്ഭുതം എന്ന് പറയുന്നത് ദൈവം എലക്ടഡിനെ മാറ്റി നിർത്തി ഇതിന്റെ അകത്ത് മേഴ്സിയും കൂടെ ഇൻസേർട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് ഇതിന്റെ അകത്ത് അത്ഭുതം എന്ന് പറയുന്നത്. ബൈ ഡിഫോൾട്ടായി സംഭവിക്കേണ്ടത് എല്ലാവർക്കും ജസ്റ്റിസ് ശിക്ഷാവധിയായിരുന്നു. പക്ഷെങ്കിൽ ഇതിന്റെ അകത്ത് അത്ഭുതം ദൈവം ഇതിന്റെ അകത്ത് മേഴ്സി കയറ്റിയതാണ്. അപ്പൊ നമ്മളെ എന്തിനെപ്പറ്റി ചിന്തിക്കുമ്പോഴും തിരഞ്ഞെടുക്കപ്പെടാത്തവർ നമ്മളെക്കാൾ വ്യത്യസ്തരല്ല എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും, ഏകദേശം ഉത്തരം കിട്ടും അല്ലെ? ശശി ബ്രദർ വെള്ളിയാഴ്ച സെഷൻ പറയും, നമ്മൾ വീണവരെ പോയിട്ട്
നമ്മൾ വീണവരും വീഴാത്തവരും എല്ലാം ദൈവത്തിന് മുമ്പിൽ സ്റ്റാൻഡേർഡ് വൈസ് നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ഉള്ളൂ. നമ്മൾ കരുണ ലഭിച്ചവരായതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് നിൽക്കുന്നത്. അപ്പം ഇത്രയും കൊണ്ട് ഞാൻ എന്റെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇലക്ഷനെ പറ്റി പറഞ്ഞു, എങ്ങനെ ഇലക്ഷൻ ആകും. ഇത് സുവിശേഷമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇലക്ഷനെ കണക്ട് ചെയ്യരുതെന്നും ഇലക്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ പേഴ്സണൽ റിവലേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണെന്നും സുവിശേഷ അപ്പോസ്തലന്മാർ എങ്ങനെ ചെയ്തത് ഇതേ ഇലക്ഷൻ പഠിപ്പിച്ച അപ്പോസ്തലന്മാര് സകലരോടും ആണ് പ്രഖ്യാപിച്ചതെന്നും വിശ്വസിക്കുന്ന ഏവനും എന്നാണ് പഠിപ്പിച്ചതെന്ന്. പക്ഷെങ്കിൽ ഔട്ട്പുട്ട് വരുമ്പോൾ ദൈവത്തിന്റെ കണക്ഷൻ ആയിട്ട് തുള്ളുന്നുണ്ട്, ദൈവത്തിന്റെ പരമാധികാരമായിട്ട് തുള്ളുന്നുണ്ട്. നിത്യജീവനെ നിയമിക്കപ്പെട്ടവർ മാത്രമേ ഇത് വർക്കൗട്ട് ആകൂ എന്നുള്ളത്. ഇതിലെല്ലാ അൾട്ടിമേറ്റ് കാര്യം ദൈവത്തിന് മഹത്വം എന്ന കാര്യം അൾട്ടിമേറ്റ് വെളിപ്പെടുന്ന ഒരു കാര്യത്തിൽ കണക്ട് ചെയ്താണ് നമുക്ക് റിവലേഷൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്. ക്വസ്റ്റ്യൻസിന് സമയം.